മനോരമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ വിജി KC ആണ്. തൻ്റെ ജീവിതത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. കണ്ണുനീരോടെ അല്ലാതെ ഈ സാക്ഷ്യം നമുക്ക് കാണുവാനോ കേൾക്കുവാനോ കഴിയുകയില്ല എന്നുള്ള കാര്യം പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ താൻ ഇറങ്ങിത്തിരിച്ച നാൾ മുതൽ ഇന്ന് വരെ താൻ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഉപകാരങ്ങളെ ഓർത്തും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ ഓർത്തും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ നേരിട്ടതായ തിക്ത അനുഭവങ്ങളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആകയാൽ ഈ സാക്ഷ്യം നമുക്കേവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരുമായി പങ്കിടുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ അരോമ TVയുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ 9 മണി മുതൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ വിജി KCയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് വിജി KC. അഞ്ചലില് എൻ്റെ ഭർത്താവ്, 3 കുഞ്ഞുങ്ങൾ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മൂത്ത മോള് ഫേബ രാജ്, ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് സ്നേഹ രാജ്, +2 പഠിക്കുന്നു. മൂന്നാമത്തെ ആള് സാംരാജ്, ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. സന്തോഷത്തോടെ ഞങ്ങൾ അഞ്ചലിന്റെ ദേശത്തായിരിക്കുന്നു. എൻ്റെ സ്വദേശം വയനാടാണ്. വയനാട്ടിലെ കോട്ടവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പനും അമ്മയും 8 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. 4 സഹോദരന്മാരും 4 സഹോദരിമാരുമാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. അപ്പനും അമ്മയും 8 മക്കളുമായിട്ട് ഞങ്ങള് കോട്ടവയലില് ആയിരുന്നു. അവിടെ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം വയനാട്ടിൽ തന്നെയാണ്. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരനുഭവമാണ്. കാരണം എൻ്റെ പിതാവ് തികച്ചും നല്ലൊരു മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ കഷ്ടതയുടെയും ദാരിദ്ര്യത്തിന്റെയും ഒരു വല്ലാത്ത അനുഭവത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പകല് നേരം വെളുക്കുമ്പോൾ എൻ്റെ പിതാവ് നല്ല സുബോധത്തിലേക്ക് വരികയും എല്ലാവർക്കും ജനസമ്മതനായ ഒരു മനുഷ്യനായിട്ടാണ് പുറമെ അറിയപ്പെടുന്നതെങ്കിലും സന്ധ്യ കഴിയുമ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിൽ ഭവനത്തിൽ കയറി വരികയും വെച്ചിരിക്കുന്ന ആഹാരം പോലും ഞങ്ങൾക്ക് കഴിക്കാൻ കഴിയാതെ അത് പാത്രത്തോടെടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു കളയും. എല്ലാ സാധനങ്ങളും വാരി പുറത്തെറിഞ്ഞു കളയും. അമ്മയും മക്കളെല്ലാം അടിച്ച് ഭവനത്തിനകത്തുനിന്ന് പുറത്തിറക്കും. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ അന്തി ഉറങ്ങിയിരുന്നത് അയൽവക്കത്തുള്ള തോട്ടങ്ങളിലും വാഴക്കുടുമ്പുകളിലുമായിരുന്നു. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ചെറുപ്പകാലം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ 8 മക്കളിൽ എൻ്റെ മൂത്ത 4 സഹോദരങ്ങൾക്കും വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് ശേഷമുള്ള ഞങ്ങൾക്ക് 4 പേർക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചു. അങ്ങനെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ കഷ്ടതയുടെയും പട്ടിണിയുടെയും അനുഭവത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ കാലഘട്ടം പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് കിടക്കാനെന്ന് പറയുന്ന ചാണകം മെഴുകിയ തറയിൽ ഓലമേഞ്ഞ ഒരു ഷെഡിനകത്തായിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത്. കറണ്ടില്ല, സമയത്ത് ആഹാരം കഴിക്കാനില്ല, നല്ല വസ്ത്രം ധരിക്കാനില്ല. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്തു. ഏകദേശം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് എൻ്റെ പിതാവ് അറ്റാക്ക് മുഖാന്തരം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളിൽ കടന്നുപോയി. എൻ്റെ മാതാവ് തികച്ചും ഒരു രോഗിയായി തീർന്നു. മൂത്ത സഹോദരങ്ങൾ അപ്പോഴേക്കും വിവാഹം കഴിച്ച്
മാറി താമസം തുടങ്ങിയിരുന്നു. ശേഷിക്കുന്ന ഞങ്ങൾ 4 കുഞ്ഞുങ്ങളും അമ്മയുമായിരുന്നു ഭവനത്തിലുണ്ടായിരുന്നത്. എന്റെ നേരെ മൂത്ത സഹോദരൻ വിദ്യാഭ്യാസം 9ാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയിട്ട് അവൻ കൂലിപ്പണിക്ക് ഇറങ്ങി. അതോടൊപ്പം തന്നെ പാട്ടത്തിന് സ്ഥലമെടുത്ത് അവിടെ വാഴ കൃഷിയും ചേനയും അങ്ങനെ ചീനി അങ്ങനെയുള്ള കൃഷികൾ ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റി വന്നു. എന്നാൽ അധികം മുന്നോട്ട് അത് പോയില്ല. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ സഹോദരൻ ഒരു ദിവസം ഉച്ച സമയത്ത് ഓടിക്കൊണ്ടുവന്നു നെഞ്ചുവേദനയാണ് എന്ന് പറഞ്ഞ് ഭവനത്തിൽ കമന്നടിച്ച് കിടക്കുവാൻ ഇടയായി. പെട്ടെന്ന് എല്ലാവരും കൂടി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചുനാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഡോക്ടർമാർക്ക് അവന്റെ ഒരു രോഗവും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. വളരെ ട്രീറ്റ്മെന്റുകൾ ചെയ്തുവെങ്കിലും എന്താണ് രോഗം എന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്ന സാഹചര്യത്തില് എല്ലാരും പറഞ്ഞ് അവനെ ഒരു മന്ത്രവാദിയുണ്ട്, അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും എന്ന് പറയുവാനിടയിൽ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഒരു ചരട് കെട്ടി അങ്ങനെ ഇറങ്ങി പോകുന്ന വഴിക്ക് രാവിലെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവൻ വളർത്തുന്ന ഒരു പൂച്ചക്കുട്ടിയുണ്ട്. അവന് കൊടുത്ത പാല് അവൻ പൂച്ചയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞ്, നീ കുടിച്ചോ, നീ കുടിച്ച് നന്നായി ഇരിക്കി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഈ ചരട് കെട്ടാനായിട്ട് അവനെ കൊണ്ടുപോയി. അവൻ തിരിച്ചു വന്നപ്പോഴേക്കും ആ പൂച്ച അവൻ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം നക്കി കുടിച്ചിട്ട് ആ കുടിച്ച സ്ഥലത്ത് തന്നെ ആ പൂച്ച ചത്ത് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത്. അങ്ങനെ വന്ന് കുറച്ചു നാള് അവൻ നോർമൽ മൈൻഡിലൊക്കെ പോയെങ്കിലും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവങ്ങനെ എന്തോ അഗാധമായി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് നല്ലൊരു റിലേഷനിലാണ് ഞാനും എൻ്റെ മൂത്ത സഹോദരനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിഷയത്തിനും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയുകയും ചെയ്യുന്ന ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്തോ പറ്റി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്ന, എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നാ നീ ഇവിടെ ഇരിക്കെന്നും പറഞ്ഞു ഞാൻ അന്നേരം ആ പുസ്തകങ്ങൾ തന്ന് ഷിഫ്റ്റ് ആയിരുന്നു, ക്ലാസ് ഉച്ച വരെ ഉള്ളായിരുന്നു. അപ്പൊ ഞാന് പെട്ടെന്ന് സ്കൂളിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോഴും അതേ സ്പോട്ടിൽ അതേ സ്റ്റാൻഡിൽ തന്നെ എന്റെ സഹോദരൻ ഇരിക്കുന്ന കണ്ടു. എനിക്ക് വളരെ ഭാരം തോന്നി. ഞാൻ കരഞ്ഞു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ഹോസ്പിറ്റലിൽ പോണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഹോസ്പിറ്റലൊന്നും എനിക്ക് പോണ്ട, എടി എന്റെ പുറകിൽ ആരോ ഉണ്ട്. ഞാൻ ചോദിച്ചു, ആരുണ്ട് നിന്റെ പുറകില്? ആരോ ഒരാള് എന്റെ പുറകിൽ നടന്നിട്ട് എന്നോട് പറയുന്നു, നീ ഇനി ജീവിക്കണ്ട, നീ മരിക്ക്, നീ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. കിണറ്റിന്റെ അവിടെ പോകുമ്പോ എന്നോട് പറയും വെള്ളത്തിൽ ചാടാൻ പറയും, കയറ് കാണുമ്പോ എന്റെ അടുത്ത് പറയും തൂങ്ങിച്ചാകാൻ പറയും. ഇങ്ങനെ ഒരാൾ എന്റെ പുറകെ നടന്ന് മരിക്ക് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്ന് എന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പറയുവാനിടയായി. ഇതെനിക്ക് വളരെ ഭാരം തോന്നി. ഞാൻ പറഞ്ഞു, എന്റെ ചിന്താഗതിയായി ഇതൊക്കെ. ആരാ അങ്ങനെ പുറകെ നടന്ന് മരിക്കാൻ പറയുന്നത്? അങ്ങനെയൊന്നും പറയത്തില്ല, ആരും പറയത്തില്ല. നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട്? അതുകൊണ്ട് ഇതൊക്കെ നിന്റെ ചിന്താഗതി, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് തമാശ രൂപത്തിൽ അതങ്ങ് വിട്ടു. എന്നാല് എനിക്ക് അതിനെ കുറിച്ച് ആഴമായി ചിന്തിക്കാനോ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. അന്ന് എനിക്ക് അതിന് മാത്രം ഉള്ള ഗ്രാഹ്യമില്ലായിരുന്നു. അങ്ങനെ ചില നാളുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരൻ വാഴയ്ക്ക്, അവർക്ക് വാഴ കൃഷിയുണ്ട്, വാഴയ്ക്ക് അടിക്കാൻ മേടിച്ചു വെച്ചിരുന്ന പോയിസൺ എടുത്ത് കഴിച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി. അതിന്റെ ശേഷം അത് എന്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ തളർത്തുവാനിടയായി. എന്റെ പിതാവ് മരിച്ചപ്പോൾ എനിക്ക് ദുഃഖമുണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷെ എന്റെ സഹോദരന്റെ മരണം എനിക്ക് ഒരു തരത്തിലും ഓവർകം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായി. വളരെ നാളുകൾ ഞാൻ പല രീതിയിലും നോക്കി, അമ്പലങ്ങളിൽ പോയി നോക്കി, അതുപോലെ മറ്റ് പൂജകർമാദികൾ ചെയ്ത് എന്റെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ സഹോദരന്റെ വേർപാട് എനിക്ക് താങ്ങാൻ കഴിയാവുന്നതിനപ്പുറമായിരുന്നു. ശേഷിക്കുന്ന ഞാനും എന്റെ 2 സഹോദരങ്ങളും അമ്മയാണ് ഭവനത്തിലുള്ള മൂത്ത സഹോദരങ്ങൾ. ആഴ്ചയിലോ മാസത്തിലോ വരും, കാര്യങ്ങൾ അന്വേഷിക്കും. അവരുടെ കയ്യിലുണ്ടെങ്കിൽ 10, 200, 250, 300 രൂപ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പോകും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. എന്നാൽ ഈ സഹോദരൻ മരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മുന്നോട്ട് പിന്നെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നു. അമ്മയെ നോക്കണം, ഇളയ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം, എനിക്ക് പഠിക്കണം, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഗോസ്പൽ നാഷൻ ഫെലോഷിപ്പിന്റെ പ്രവർത്തകരായി ഒരു കുടുംബം വന്ന് അവിടെ വാടകയ്ക്ക് വീടെടുത്ത് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരോ എന്റെ അടുത്ത് പറഞ്ഞു, ഇവര് പ്രാർത്ഥിക്കുന്നവരാ, അവിടെ പോയി കഴിഞ്ഞാല് വലിയ മറക്കുകൾ ഓരോരുത്തരും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, അവര് യേശുവിനോടാ പ്രാർത്ഥിക്കുന്നത്, അവര് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നിങ്ങനെ
പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് എനിക്ക് അമ്പലം അതുപോലുള്ള കാര്യാദികൾ വിട്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഒരു സുപ്രഭാതത്തിൽ മനസ്സിന്റെ നിയന്ത്രണം തെറ്റുന്നത് പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഓടി ആ പാസ്റ്ററൊക്കെ താമസിക്കുന്ന വീട്ടിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവര് വളരെ സ്നേഹത്തോടെ എന്നെ കൈക്കൊണ്ടു. എന്നെ അകത്ത് കയറ്റിയിരുത്തി. അവര് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ പോയി അവര് കുടിക്കുന്ന അതേ രീതിയിലുള്ള ഒരു കപ്പില് എനിക്കും ചായ കൊണ്ടു തന്നു. അവരോട് എന്നെ ചേർത്തിരുത്തി. അവരെന്നോട് സുവിശേഷം പറഞ്ഞു. അന്ന് എനിക്ക് സുവിശേഷം പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ല. ഒരു പുക പോലെ മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടുള്ളെങ്കിലും ഞാൻ കേട്ട് സമാധാനത്തോടെ അവിടെ ഇരുന്നു. തിരിച്ച് ഞാൻ ഭവനത്തിൽ വന്നു. ഇത് ഞാൻ പാടെ മറന്നു കളഞ്ഞു. വീണ്ടും ഞാൻ എന്റെ ചിന്തയിലേക്ക് തന്നെ മുഴുകിക്കൊണ്ടിരുന്നു. എങ്ങനെ ഇനി മുന്നോട്ട് പോകും? എന്റെ സഹോദരൻ എന്തിനിത് ചെയ്തു? ആരാണ് ഇത് ചെയ്യിച്ചത്? ഇങ്ങനെയുള്ള വളരെ പ്രയാസമേറിയ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഈ കർത്താവിന്റെ ദാസൻ അവര് കുടുംബമായിട്ട് എന്റെ ഭവന സന്ദർശനത്തിനായിട്ട് അവിടെ വന്നു. പക്ഷെ അപ്പോഴേക്കും ഞാൻ മൈൻഡ് പൂർണ്ണമായിട്ട് മാറി വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഇവര് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ ഭാരപ്പെടണ്ട, യേശു വിടുവിക്കും എന്ന് എന്നോട് പറഞ്ഞപ്പോഴേക്കും എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ദൈവമില്ല, യേശു എന്ന് പറയുന്നതോ ഇല്ല, ദൈവം ഭൂമിയിലില്ല, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നു? എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യം അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. എന്റെ പിതാവ് മാറ്റപ്പെട്ടു, എന്റെ മാതാവ് രോഗിയായി, എന്റെ സഹോദരനായിരുന്ന ഏക ആശ്രയം സഹോദരനും പോയി. ഏത് ദൈവമാണ് ഭൂമിയിലുള്ളത്? വിളിച്ച വിളി കേൾക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല. ഇതൊക്കെ ദൈവമാണോ? ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഞാൻ ഒത്തിരി റഫായിട്ട് ആ ദേവദാസന്റെ അടുത്ത് സംസാരിക്കാൻ ഇടയായി. കുറെ സമയം അവരൊന്നും മിണ്ടാതെ എന്റെ മുറ്റത്ത് നിന്നു. അത് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ്, സഹോദരി പറഞ്ഞതെല്ലാം സത്യമാ, പക്ഷേ സഹോദരി ഇന്ന് വരെയും കണ്ടുമുട്ടിയതും വിളിച്ചപേക്ഷിച്ചതും ജീവനുള്ള ദൈവത്തോടല്ല. ഞങ്ങൾ സഹോദരിക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ജീവനുള്ള ദൈവത്തെയാണ്. ഈ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാല് ദൈവം പൂർണ്ണമായിട്ടും സഹോദരിയുടെ വിഷയങ്ങൾക്ക് മാറ്റം തരും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, സഹോദരി പ്രാർത്ഥനയ്ക്ക് വാ എന്ന് എന്റെ അടുത്ത് പറയുവാനിടയായി. ഇത് കേട്ടോണ്ട് എന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, മക്കളെ, ആവശ്യത്തിലധികം ഭാരങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്കുണ്ട്. എന്റെ മോൻ അപ്പുറത്ത് പണിക്കാരുമായിട്ട് പണി ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ സൗണ്ട് പ്രാർത്ഥന ഇവിടുന്ന് കേട്ട് കഴിയുമ്പോഴേക്കും അവൻ വരും, പണിക്കാരെയും കൂട്ടി വന്ന് തൂമ്പയ്ക്ക് നിങ്ങളെവിടെ അടിച്ചു കൊല്ലും. ആ ശാപം കൂടെ എന്റെ കുഞ്ഞുങ്ങളുടെ തലേ വരരുത്, അതുകൊണ്ട് നിങ്ങൾ പോ എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുവാൻ ഇടയായി. അന്നേരം പാസ്റ്റർ പ്രകാരം പറഞ്ഞു, അമ്മച്ചി, ഞങ്ങളെ അങ്ങനെയൊന്നും ആർക്കും കൊല്ലാൻ പറ്റത്തില്ല. കർത്താവ് അയച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി അങ്ങനെ ഞങ്ങൾ മരിക്കേണ്ടി വന്നാല് ഞങ്ങൾ ഇവിടെയല്ല അമ്മച്ചി, ഞങ്ങൾക്ക് പ്രതിഫലം ഉയരത്തിലുണ്ട്. അത് വിശ്വാസക്കണ്ണാൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരന്നേരം മടങ്ങി. ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് മുറ്റത്ത് നിന്നോണ്ട് തന്നെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇവര് പോയി. അങ്ങനെ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ ശാന്തമായിട്ട് ഉറങ്ങി. എത്രയോ നാളുകൊണ്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഉറങ്ങാൻ കഴിയത്തില്ല. എനിക്ക് കിടന്നു കഴിയുമ്പോൾ ഈ സഹോദരന്റെ ചിന്തകളും ഓർമ്മകളും മാത്രം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. എനിക്ക് ഉറക്കമില്ലാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ അന്ന് രാത്രി ഒരു 7 മണിയായപ്പോഴേക്കും എനിക്ക് കണ്ണിന് ഭാരം കൂടുകയും തലയ്ക്ക് വല്ലാതെ വരികയും ഞാൻ കയറി കിടന്ന് ഉറങ്ങി. അന്ന് അന്തം ബോധമില്ലാത്ത രീതിയിലായിരുന്നു എന്റെ ഉറക്കം. അങ്ങനെ ഉറങ്ങി ഏതോ ഒരു സമയം എത്തിയപ്പോൾ ഞാൻ എന്റെ സഹോദരനെ മരണത്തിന് ശേഷം അന്ന് ആദ്യമായിട്ട് സ്വപ്നത്തിൽ കണ്ടു. വളരെ ക്ഷീണിതനായിട്ട് എന്റെ സഹോദരൻ വന്നിട്ട് വീട്ടിലോട്ട് കയറിയില്ല, മുറ്റത്ത് നിന്നിട്ട് പറയുക, നീ ഞങ്ങളെയൊക്കെ വിട്ടു പോവുകയല്ലേ, നീ പൊക്കോ, അതാണ് നല്ല വഴി, നീ അത് തെരഞ്ഞെടുത്തോ. പിന്നെ ഞാൻ പോയടത്തോട്ട് നിങ്ങൾ ആരും വരരുത്. എന്താന്ന് വെച്ചാൽ ഞാൻ കിടക്കുന്ന റൂമിന്റെ അപ്പുറത്ത് ഒരു റൂമുണ്ട്. അവിടെ ആരൊക്കെയാന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ഒരു വലിയ മതിൽക്കെട്ടുണ്ട്. പക്ഷെ ആ മതിൽക്കെട്ടിന്റെ അപ്പുറത്ത് നിന്ന് എപ്പോഴും കരച്ചിലും ഞരങ്ങലും പല്ല് കടിക്കുന്നത് പോലുള്ള അനുഭവവും വേദന കൊണ്ട് നിലവിളിക്കുന്ന അനുഭവമാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥതയില്ല. മരിച്ചിടത്തും എനിക്ക് ഉറങ്ങാൻ സ്വസ്ഥത കിട്ടാത്തൊരു അനുഭവമാണ് ഞാൻ കിടക്കുന്ന റൂം. അവിടേക്ക് നിങ്ങൾ ആരും വരരുത് എന്നും പറഞ്ഞ് എന്റെ സഹോദരൻ പോയി. സ്വപ്നത്തിൽ നിന്ന് മറഞ്ഞുപോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നു ഒരു തൂവൽ സ്പർശം പോലെ ഒരു സാധനം പാറി വന്ന് ഞാൻ കിടക്കുന്ന റൂമിന്റെ കതകിൽ ഇങ്ങനെ വന്നിരുന്നു. ഭയങ്കര വെണ്മയായിട്ടുള്ള ഒരു തൂവൽ സ്പർശം. അത് ഞാനിങ്ങനെ ഇത് എന്തുവാണ് ഈ ജീവി എന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതിന്റെ കയ്യിൽ സത്യവേദ പുസ്തകം എഴുതിയ ഒരു ബൈബിള് ഞാൻ കണ്ടു. അങ്ങനെ ഈ തുകസ്പർശം പോലത്തെ ആ സാധനം എന്നോട് പറയുവാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് 2 പ്രാവശ്യം ഈ ശബ്ദം കേട്ടു. ഈ തുകൽസ്പർശം പോലത്തെ സാധനം എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് മാറിപ്പോയി.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഒരാട്ടിടയെ കുറെ ആടുകളുമായിട്ട് എന്റെ വീട്ടിന്റെ മുറ്റത്തോട്ട് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇടയന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. അദ്ദേഹം എന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ആ വടി വെച്ച് തട്ടിയിട്ട് പറയുക, എന്റെ പിന്നാലെ പോരാൻ. അപ്പൊ ഞാൻ എഴുന്നേറ്റ്, സ്വപ്നത്തിൽ തന്നെയാണ്, ഞാൻ എഴുന്നേറ്റ് ആ സിറ്റ് ഔട്ടിലോട്ട് ഇങ്ങനെ പോയപ്പോൾ ഈ ഇടയൻ തിരിഞ്ഞു നടന്നു. ആടുകളെല്ലാം ഇടയന്റെ പുറകിൽ, ഏറ്റവും ലാസ്റ്റ് ഞാന്. ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി ഒരു വലിയ തോടുണ്ട്, അത് ഇറങ്ങി ആ തോടിന്റെ അക്കരെ കയറിയപ്പോൾ ഈ ഇടയന്റെയും എന്റെയും മധ്യത്തിലുണ്ടായിരുന്ന ആടുകൾ മൊത്തം ഒരു ചീനി തോട്ടത്തിലേക്ക് കയറി ആ ചീനിയുടെ കൊഴുപ്പ് മൊത്തം തിന്നുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, ഇത് അവരുടെ വിള മൊത്തം നശിപ്പിക്കുവോ ഈ ആടുകള്. അത് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ആടുകളെല്ലാം ചത്തു വീഴും. ഇത് രണ്ട് നഷ്ടമാണല്ലോ സംഭവിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ നിന്നപ്പോഴേക്ക് ഈ ഇടയൻ മുന്നേ തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറയാ, അനേക ആടുകൾ ഇങ്ങനെ തെറ്റിപ്പോകും, അത് നോക്കണ്ട, നീ എന്റെ പിന്നാലെ പോരുക എന്ന് പറഞ്ഞു. വീണ്ടും ഇത് മുന്നോട്ട് നടന്നു. ഞാനും പുറകിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ ആടുകളില്ല, പിന്നെ ഞാൻ ഇടയനും മാത്രം ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇടുങ്ങിയ വഴി, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുന്നിലും പുറകിലുമായിട്ട് സ്റ്റെപ്പ് വെച്ച് പോകാനേ നമുക്ക് കഴിയത്തുള്ളൂ. അത്രയും ഇടുക്കമുള്ളൊരു വഴിയിലൂടെ എന്നെ കൊണ്ടുപോവുക. ഒരു ഭാഗത്ത് മുള്ളുവേലിയും മറുഭാഗത്ത് വലിയ വാട്ടർ ടാങ്കിന്റെ ഒരു മതിലുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്തൂടെ ഒരാൾക്ക് ശരിക്കും രണ്ട് കാല് വെച്ച് നടന്നു പോകാൻ കഴിയത്തില്ല. ഒരു കാല് മുൻപിലും ഒരു കാല് പുറകിലുമായിട്ട് അങ്ങനെ നിരങ്ങി മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിക്കുക, അയ്യോ, ഈ വഴിയിലൂടെ എങ്ങനെ പോകും, ഇത്രയും ഞെരുങ്ങി എനിക്ക് പോകാൻ കഴിയത്തില്ലല്ലോ. അപ്പുറത്തന്നെ നല്ല റോഡ് കിടക്കുന്നു, നല്ല ചുമന്ന മണ്ണിട്ട് വീതിയുള്ള റോഡ് കിടക്കുന്നു, അതിലേ പോയാൽ മതിയായിരുന്നു എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോ വീണ്ടും ഇടയെ മുന്നിൽ തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറയുക, ആ വഴിയുടെ ഇവിടെ കാണുന്ന വിശാലത മാത്രമേ ഉള്ളൂ, പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അഗാധമായൊരു ഇറക്കമാണ്, ഒരു ചെങ്കുത്തായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് തെന്നിയാ ഉരുണ്ട് ഉരുണ്ട് നീ ഒരു താഴ്വരയിലേക്കാ പോകുന്നത്, പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ ഈ വഴിയിലൂടെ നീ പോയാൽ ഇവിടുത്തെ ഈ ഞെരുക്കം മാറി കഴിയുമ്പോൾ നല്ല വിശാലമായ റോഡാണ്, പിന്നെ നിനക്ക് സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകാൻ പറ്റുന്ന റോഡിലോട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് ഇത്രയും പറഞ്ഞ് ഈ സ്വപ്നം തീർന്നു. ഈ ഇടയനെ പിന്നെ ഞാൻ കണ്ടില്ല. അപ്പൊ പിറ്റേന്ന് രാവിലെ ആയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒത്തിരി സമയം ഞാൻ നല്ല പോലെ ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ ഈ സ്വപ്നം കണ്ടത് പറയാൻ വേണ്ടി പാസ്റ്റർ വീട്ടിലോട്ട് ഞാൻ ഓടിച്ചെന്നു. ഈ സ്വപ്നം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ ആ പായൽ മുട്ടുകുത്തി രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, ജീവിക്കുന്ന കർത്താവെ, ഈ സഹോദരിക്ക് ഇത്രയും സ്പഷ്ടമായി വെളിപ്പെടുത്തി കൊടുത്തല്ലോ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവിന്റെ കണ്ണ് കണ്ട ഒരു സഹോദരിയാണ് ഇവരെ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ. കർത്താവ് അവരെ സഹായിക്കണം, കൃപ കൊടുക്കണം എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെങ്കിൽ അതൊന്നും എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇതൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ഭവനത്തിലേക്ക് തിരികെ പോന്നു. അന്ന് തൊട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോകണം എന്നുള്ള ഒരു വലിയ ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. ഞാൻ പാവിയാണെന്നുള്ള ഒരു ബോധം എനിക്ക് എന്നെ ഭരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ആരും കാണാതെ ഒഴിവ് സമയങ്ങളിലെല്ലാം ഓടിപ്പോയി പാസ്റ്റർ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് പതിവായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ചേച്ചിയുടെ അടുത്തും എന്റെ അനിയത്തിയുടെ അടുത്തും പറഞ്ഞേടെ, ഇന്ന സ്ഥലത്തൊരു പ്രാർത്ഥനയുണ്ട്, ഒരു പാസ്റ്ററൊക്കെ അവിടെ താമസിക്കുന്നത്, നമുക്ക് പോകാം, പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നല്ല ആശ്വാസമുണ്ട്, നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയും, നമുക്ക് പോകാന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ എന്റെ ചേച്ചിയും എന്റെ അനിയത്തിയും കൂട്ടി ആദ്യമായിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ഒരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്. ആ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും എന്റെ സഹോദരങ്ങൾ ഇത് അറിഞ്ഞ് എല്ലാവരും വീട്ടിൽ വന്നു. എവിടെ പോയെന്ന് ചോദിച്ചു. ഞങ്ങളെ 3 പേരെ നിരത്തി നിർത്തി ആവശ്യത്തിലധികമായി ഞങ്ങളെ ഉപദ്രവിച്ചു. കാരണം നിങ്ങൾ കുടുംബത്തിന്റെ പേരുദോഷം കേൾപ്പിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളെ ഉപദ്രവിച്ചത്. അവര് 1-2 അടി കൊണ്ടപ്പോൾ എന്റെ ചേച്ചി അനിയത്തിയൊക്കെ മാറിപ്പോയി. പക്ഷെ ഞാന് അടി കൊണ്ടാലും എനിക്ക് കർത്താവിനെ വിടാൻ കഴിയത്തില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞത് കൊണ്ട് എനിക്ക് അത് അടിയൊന്നും ഒരു ഭാരമായിട്ട് തോന്നിയില്ല. പിറ്റേന്ന് രാവിലെ അടിയൊക്കെ കഴിഞ്ഞവർ പോയെങ്കിലും പിറ്റേന്ന് രാവിലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പൊ ചേച്ചിയെ വിളിച്ചപ്പോ ചേച്ചി അനിയത്തിയും പറഞ്ഞു, എന്തിനാ ഇങ്ങനെ അടി കൊണ്ട് പ്രാർത്ഥിക്കാൻ പോണത്, വേറെ ജോലിയൊന്നുമില്ലേ? ഇവരിങ്ങനെ അടിച്ച് ആവശ്യത്തിലധികം ഉപദ്രവം ശരീരത്തിന് ഏൽപ്പിച്ചിട്ട് നമുക്ക് പ്രായമായി വരും, നമ്മൾ സ്ത്രീകളാ, പ്രായമായി കഴിയുമ്പോൾ അന്ന് നോക്കാൻ ഈ സഹോദരങ്ങൾ കാണത്തില്ല, കെട്ടിയ ഭർത്താവും ചിലപ്പോൾ കാണത്തില്ല, മക്കള് കാണത്തില്ല, ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരും കാണത്തില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജോലി, നമ്മുടെ കാര്യങ്ങളെങ്കിലും ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അടി കൊള്ളാൻ ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് അവര് വന്നില്ല. പക്ഷെ ഞാൻ പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്ക് പോയി. തുടരെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവുകയും ബൈബിള് എനിക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, അതുകൊണ്ട് പാസ്റ്റർ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി അവിടെ മുട്ടുകുത്തി അവിടെ ഇരുന്ന് ബൈബിള് വായിക്കും, തിരിച്ച് വീട്ടിൽ വരും.
അങ്ങനെ കുറച്ചു നാളായപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ഞാൻ വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്. പൂർണ്ണമായിട്ട് അത് വിലക്കി. അങ്ങനെ വീട്ടിൽ പോലും പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഇല്ലാണ്ടായി. അതിന് ഞാൻ രാത്രിയിൽ കിടക്കുന്ന കട്ടിലെന്ന് പറഞ്ഞാൽ ഈ മുള കൊണ്ട് വരിഞ്ഞ കട്ടിലാണ് ഞങ്ങൾക്കുള്ളത്. അതിന്റെ മേളിൽ കമ്പിളി പുതപ്പുകൾ നിവർത്തി. വയനാട്ടിൽ ഭയങ്കര തണുപ്പായതുകൊണ്ട് എപ്പോഴും കമ്പിളി പുതപ്പിനകത്ത് നമുക്ക് കിടന്നുറങ്ങാനായിട്ട് കഴിയത്തുള്ളൂ, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പൊ ഈ കമ്പിളി പുതപ്പ് എടുത്ത് തലവഴി ഇട്ടിട്ട് കട്ടിലേൽ ഞാൻ മുട്ടുകുത്തി കിടന്നായിരുന്നു പിന്നീടുള്ള എന്റെ പ്രാർത്ഥന. അങ്ങനെ വളരെ നാളുകൾ മുന്നോട്ട് പോയി. പിന്നീടുള്ള ഓരോ വിഷയങ്ങളും ഒരു പാസ്റ്റർ പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ടോ അല്ല, ദൈവം എല്ലാ കാര്യങ്ങളും സ്വപ്നത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തി തരികയും അതിനനുസരിച്ചാണ് ഞാൻ പിന്നെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം കർത്താവ് എന്നോട് ചോദിച്ച്, നീ ക്രിസ്ത്യാനിയായോ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനി ആയിട്ടില്ല, ഞാൻ ഹിന്ദുവാ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ നിനക്ക് സൗഖ്യം വരും, എങ്ങനെ നിനക്ക് വിടുതൽ വരും, ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നുണ്ടോ, ഇങ്ങനെ പല ക്വസ്റ്റ്യൻ ഇങ്ങനെ എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആരോ എന്നോട് ചോദിക്കുന്നു. ഞാൻ അതിനെല്ലാം മറുപടി പറയുന്നു. ഇങ്ങനെ ഇത് രാത്രി മൊത്തം ഇങ്ങനെയുള്ള ഒരു വിഷയം. അപ്പൊ രാവിലെ ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയൊക്കെ ഞാൻ സ്വപ്നത്തിൽ കാണും, സ്വപ്നമാണോ അതോ ഇനി ഞാൻ മയങ്ങിയപ്പോ സംഭവിച്ചതാണോ ഇരുന്നപ്പോഴാണോ എന്ന് എനിക്ക് വ്യക്തമല്ല പാസ്റ്ററെ, ഇങ്ങനെയൊക്കെ കണ്ടു എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ സ്നാനത്തെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുത്തു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ വിഷയങ്ങളൊക്കെയാണല്ലോ ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടണം, അതിനി ഞാൻ എന്ത് ചെയ്യണം പാസ്റ്റർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, സഹോദരി ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, കുറച്ചു നാളും കൂടെ വെയിറ്റ് ചെയ്യ്, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ കുടുംബത്തിൽ നിന്ന് സഹോദരി ഇറങ്ങി സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകും, സഹോദരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, ഈ ദേശത്തെ പ്രവർത്തനം പോലും നിർത്തി ഞങ്ങൾ പോകേണ്ടതായ സാഹചര്യം വരും. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അതിനൊരു മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഭരണത്തിലേക്ക് വിടുവാനിടയായി. പക്ഷെ എനിക്ക് എന്റെ സ്വസ്ഥത പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. എനിക്ക് സ്നാനപ്പെടണം എന്നുള്ള ഒറ്റ ഒരു ചിന്താഗതിയാണ് പിന്നെ എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു രാത്രിയില് ഈ സ്നാനപ്പെടാനുള്ള തീരുമാനത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവേ, സ്നാനം എന്താണെന്നൊന്നും വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ യേശുപ്പച്ചന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് യേശുപ്പച്ചന് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാ, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ യേശുപ്പച്ച, അതിനെന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി എനിക്കറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ കയറി കിടന്നു. കർത്താവിന്റെ കൃപയാൽ എനിക്ക് 1991 മെയ് മാസം 30-ാം തീയതി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുക കർത്താവ് എനിക്ക് അവസരം തന്നു. അതിന് ശേഷം ഞാൻ വളരെ സ്നാനപ്പെടാൻ പോയത് എന്റെ സഹോദരങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. സ്നാനപ്പെട്ട് ഭവനത്തിൽ വന്നപ്പോഴേക്കും ഇത് നാട്ടിലാകെ വിഷയമായി, പാട്ടായി, ഞാൻ ക്രിസ്ത്യാനിയായി, മതം മാറി എന്നുള്ള ആ ഒരു ചിന്ത എല്ലാവരുടെയും ഹൃദയത്തിൽ ഭയങ്കര സ്ഫോടനം പോലെ അങ്ങ് വന്നു. നാട്ടിലാകെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായുള്ള സാഹചര്യം വന്നു. ഞാൻ വീട്ടിലേക്ക് ചെന്ന് സ്നാനപ്പെട്ട ഡ്രസ്സ് മാറിയിടുന്നതിന് മുമ്പ് ഒരു കൊച്ചു ഓടിക്കൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എന്ത് പണിയാ ചെയ്തത്, ചേച്ചിയുടെ സഹോദരന്മാരിതാ അവിടെ താമസിക്കുന്ന പാസ്റ്ററൊക്കെ പിടിച്ച് അടിക്കാനായിട്ട് പിടിച്ചു വെച്ചേക്കുന്നു ചേച്ചി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അതേ ഡ്രസ്സിൽ തന്നെ ഓടി അങ്ങോട്ട് ചെന്നപ്പോഴേക്കും എന്റെ സഹോദരന്മാർ രണ്ടുപേരും കൂടെ പാസ്റ്ററെ ഷർട്ടിന്റെ കോളർ ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കാനായിട്ട് റോഡിന്റെ സൈഡിൽ നിർത്തിയിരിക്കുന്നു. അന്നേരം ദൈവം എന്നെ എന്തോ ബലപ്പെടുത്തി. ഞാൻ ഇവരുടെ ഇടയ്ക്ക് കയറി കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, ഞാനല്ലേ തെറ്റ് ചെയ്തത്, അതിന് എന്നെയല്ലേ ശിക്ഷിക്കേണ്ടത്, എന്തിനാ ഈ ദൈവദാസനെ അടിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ കൈ തട്ടി മാറ്റി. ഇത് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ അവരെ ധിക്കരിച്ചു എന്നുള്ളൊരു ചിന്താഗതി എന്റെ സഹോദരന്മാരെ മനസ്സിൽ കയറുകയും അവരവിടം തൊട്ട് എന്നെ അവിടുന്നൊന്നും മിണ്ടിയില്ലെങ്കിലും വലിച്ചഴിച്ച് എന്നെ ഭവനത്തിൽ കൊണ്ടുവന്നു. ആവോളം അവർക്ക് മതി വരുവോളം അവരെന്നെ ഉപദ്രവിക്കാൻ ഇടയായി. ഓരോ പ്രാവശ്യം അടി കൊള്ളുമ്പോഴും നീ ഇനി പോകുമോ എന്നെ ചോദിക്കുമ്പോൾ ഞാൻ ഇനി പോകത്തില്ല. ഓരോ അടി കൊള്ളുമ്പോഴും ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അവരുടെ വിചാരം ഞാൻ അവരെ കളിയാക്കുകയാണെന്ന്. അപ്പൊ എത്ര അടി കൊള്ളുമ്പോഴും അവള് സൂത്രം എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവള് ഇനിയും ഇത് തന്നെ ചെയ്യാനാ പ്ലാൻ എന്ന് പറഞ്ഞു മതി വരുവോളം എന്നെ ഉപദ്രവിച്ചു. ലാസ്റ്റ് എന്റെ മാതാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോനെ, നിനക്കും 2 പെൺകുഞ്ഞുങ്ങളാ, ഈ കുഞ്ഞിനെ എങ്ങനെ ഇട്ട് തല്ലി കൊന്നിട്ട് ഇതിന്റെ ശാപം കൂടാതെ നിങ്ങൾക്ക് വരണോടാ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളൊരു തള്ളയാണോ, നിങ്ങളാണ് ഈ പെൺമക്കളെ വഷളാക്കുന്നത്, എനിക്കിങ്ങനെ അമ്മയില്ല, സഹോദരിമാരും ഇല്ല, ഞാൻ ഇനി ഈ വീട്ടിലേക്ക് വരത്തുമില്ല എന്നും പറഞ്ഞ് ഉപദ്രവിച്ച് ഞാൻ ആകെ ഈ മുളയുടെ അലകി ചവിട്ടി ഒടിച്ചിട്ടായിരുന്നു എന്നെ അടിച്ചത്. എന്റെ ഡ്രസ്സ് മൊത്തം രക്തത്തിൽ കുളിച്ചു, മൊത്തം അങ്ങനെ മീൻ വരിഞ്ഞത് പോലുള്ള മുറിവുകളായി എന്റെ ശരീരം മൊത്തം. അങ്ങനെ അവിടെ ഇട്ടിട്ട് സഹോദരന്മാര് പോയി. എനിക്ക് പുറത്തിറങ്ങാനോ ആരെയും കാണാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായി. എങ്കിലും ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം ആ ഒരു മുറിപ്പാട് പോലും എന്റെ ശരീരത്തിൽ ശേഷിക്കാത്ത പോലെ കർത്താവ് ആ മുറിവുകളെ തുറപ്പിച്ച് എന്നെ സൗഖ്യമാക്കി, എന്നെ ബലപ്പെടുത്തി.
തുടർന്ന് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, അതിനുള്ള സാഹചര്യമില്ല, വീട്ടിനകത്ത് പൂട്ടിയിടും എന്നുള്ള ഒരു സാഹചര്യം വന്നു. ഈ സമയങ്ങളിലെല്ലാം ഞാൻ വീട്ടിൽ കിടന്ന് പ്രാർത്ഥിച്ചത് 3 ദിവസം വൈത്തിരിയിൽ വെച്ച് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. എനിക്ക് അതിന് പോകണം. ഇവിടുന്നൊക്കെ ഒത്തിരി ദൈവദാസന്മാർ വരുന്നുണ്ട്, എനിക്ക് അഭിഷേകം പ്രാപിക്കണം. ഈ ഒരു വാഞ്ച എന്റെ ഹൃദയത്തിൽ കയറിയതുകൊണ്ട് ഞാൻ ഈ ഇത്രയും ഉപദ്രവമോ അടിയോ എന്റെ ശാരീരിക പ്രശ്നങ്ങളോ വേദനകളോ ഒന്നും എനിക്ക് ഒരു ഭാരമായിട്ട് തോന്നിയില്ല. എനിക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്ക് പോകണം, എനിക്ക് അഭിഷേകം പ്രാപിക്കണം. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ മാത്രമായിരുന്നു എന്റെ മുമ്പിൽ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരൻ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞ്, ഏട്ടാ ഇങ്ങനെ ഒരു സ്ഥലത്തൊരു പ്രാർത്ഥനയുണ്ട്, ഞാനൊന്ന് പൊക്കോട്ടെ 3 ദിവസം, ഞാൻ വേറെ ഒന്നിനും പോകുന്നില്ലല്ലോ, 3 ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് കോപിച്ചു, ഇളകി. എനിക്ക് ഇങ്ങനെ ഒരു സഹോദരി ഇല്ല, എന്നോട് ചോദിച്ചിട്ട് നീ ഒന്നിനും പോണ്ട, നിനക്ക് ഇങ്ങനെ ഒരു സഹോദരനും ഇല്ല, മരണത്താൽ നമ്മൾ വേർപെട്ടു, ഇനി നിന്റെ ഏട്ടനായിട്ട് നീ എന്നെ വിളിക്കുകയും ചെയ്യരുതെന്നും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഞാൻ അന്ന് രാത്രിയും ശക്തമായ ദൈവസന്നിധി കരഞ്ഞു. എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കും. ഞാൻ ദൈവത്തെ നിലവിളിക്കും, അപ്പ യേശുപ്പ എന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ, ഏട്ടൻ സമ്മതിച്ചിട്ടൊന്നും എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുക. അഥവാ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അമ്മ പറയണം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് അങ്ങ് പറയണം. എന്നെ കർത്താവ് സൂക്ഷിച്ചോളൂ അമ്മേ, അല്ലാതെ ഞാൻ വഴി തെറ്റി ഒന്നും പോകത്തില്ല, ഞാൻ വേറെ ഒരു പാപം ചെയ്യത്തില്ല എന്നും പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി. ദൈവത്തിന്റെ കൃപയാല് ആ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ശക്തമായി ആത്മാവിലാൽ എന്നെ നിറയ്ക്കുവാനിടയായി. അന്യഭാഷയിലും പ്രവചനാത്മാവിലും കർത്താവ് എന്നെ നിറച്ചു. രോഗശാന്തി ഭാരം എന്റെ മേൽ പകർന്നു. അതോടൊപ്പം ഭൂതങ്ങളുടെ മേലുള്ള അധികാരം കർത്താവ് എനിക്ക് തന്നു. ഭയങ്കര ആത്മസന്തോഷത്തോടെ ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ശക്തമായി ദൈവം എന്നെ അതിനകത്ത് ബലപ്പെടുത്തി ശക്തീകരിച്ച് ആത്മനിറവോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വൈകിട്ടായപ്പോൾ സഹോദരൻ വന്നു. നിന്നെ പോലെ പോകുന്ന പെൺപിള്ളേരാണ് 4 ദിവസം കഴിയുമ്പോൾ പെട്ടിയും തൂക്കി ബസ് സ്റ്റാൻഡിന്റെ പുറകിലും അവിടെ ഇവിടെയൊക്കെ പെട്ടിയും തൂക്കി രാത്രിയുടെ യാമങ്ങളിൽ വന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ, നിനക്കും ഗതി അതൊക്കെ തന്നെയാണ് എന്നെന്റെ അടുത്ത് പറഞ്ഞു. അതെന്റെ ഹൃദയത്തെ വല്ലാതെ ഒന്ന് ഒലയ്ക്കുവാൻ ഇടയായെങ്കിലും ഞാൻ കർത്താവിൽ ധൈര്യപ്പെട്ടു. ഞാൻ എന്റെ സഹോദരൻ അന്ന് വരെ മുഖത്ത് നോക്കി ഞാൻ ഒന്നും അങ്ങനെ എതിർത്ത് സംസാരിക്കത്തില്ല, ഞങ്ങൾ ആരും സംസാരിക്കത്തില്ല. ഭയങ്കര അച്ഛന് തുല്യമായിട്ടാണ് ഞങ്ങൾ മൂത്ത സഹോദരനെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒന്നും അങ്ങനെ പക്ഷെ അന്ന് ഞാൻ ഇത്രയും പറഞ്ഞു, ഞാൻ യേശുക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തെയാണ് ഞാൻ വിശ്വസിച്ചതും വിളിച്ചപേക്ഷിച്ചതും. ആ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിച്ചത് മുഖാന്തരം ഞാൻ അങ്ങനെ ഒരു വേശ്യാവൃത്തിക്ക് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാല് ഞാൻ എന്റെ നാട്ടിലേക്കോ എന്റെ സഹോദരങ്ങളുടെ അടുക്കലേക്കോ ഞാൻ വരത്തില്ല. ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് ഈ വിശ്വാസ നിമിത്തമായിട്ട് ഒരു നാണക്കേട് ഞാൻ വരുത്തത്തില്ല എന്ന് മാത്രം പറയുവാനിടയായി. ഏറിയ പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഉപദ്രവം, കഷ്ടം, പട്ടിണി, അങ്ങനെ പല വിഷയങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എങ്കിലും എന്റെ കർത്താവിലുള്ള വിശ്വാസവും പ്രത്യാശയും പ്രാർത്ഥനയും നാൾക്കുനാൾ എന്റെ കർത്താവിനോടുള്ള സ്നേഹവും എന്നിൽ അധികം ശക്തിയായിട്ട് ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ സഹോദരൻ ഇത് വന്ന് പറഞ്ഞിട്ട് പോയതിന് ശേഷം ഞാൻ വീണ്ടും എനിക്ക് ദൈവവചനം പഠിക്കണം എന്നുള്ള അതിയായൊരു വാഞ്ച എന്റെ ഹൃദയത്തിൽ വന്നു. പക്ഷെ എങ്ങനെ പോയി പഠിക്കും, എന്ത് ചെയ്യും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും ഈ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ അന്ന് ഇഷ്ടംപോലെ റേഡിയോ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. KP യോഹന്നാൻ പാസ്റ്ററുടെ, അതുപോലെ ജീവജലം, അങ്ങനെ 2-3 റേഡിയോ പ്രോഗ്രാമുകൾ കേട്ട് ഞാൻ അതിലെ അഡ്രസ്സ് എഴുതിയെടുത്ത് ഞാൻ അവർക്ക് ലെറ്റർ അയച്ചു, എനിക്ക് ദൈവവചനം അഭ്യസിക്കണം, ഞാനിങ്ങനെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന വ്യക്തിയാണ്, ഭവനത്തിന്റെ അകത്ത് എനിക്ക് ഏറെ പ്രതികൂലങ്ങളുണ്ട് എന്ന് ആ മെസ്സേജിലൂടെ എഴുതി അറിയിച്ചു. അങ്ങനെ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് ലെറ്റർ ഇട്ടു. അങ്ങനെ ഒരു സ്ഥലത്ത് അങ്കമാലിയിലുള്ള ഇമ്മാനുവേൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്കൊരു കോളിംഗ് ലെറ്റർ വരുവാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞാൻ അവിടെ പഠിക്കാനായിട്ട് പോണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും അതിന്റെ സാഹചര്യങ്ങളൊന്നും എനിക്ക് അനുവദനീയമല്ല. അങ്ങനെ അന്ന് രാത്രിയിൽ ഒരു ദിവസം രാത്രി എന്റെ സഹോദരൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, നീ ക്രിസ്ത്യാനിയായിട്ടും ഞങ്ങൾ ഹിന്ദു ആയിട്ടും ഒരു ഭവനത്തിൽ പറ്റത്തില്ല, നിനക്കിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നീ പഴയതുപോലെ തിരിച്ച് ഹിന്ദുവിലോട്ട് വന്ന് നമുക്ക് പഴയതുപോലെ നല്ലൊരു കുടുംബമായിട്ട് തന്നെ ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകണം. അല്ല എങ്കിൽ നിനക്കത് പറ്റത്തില്ല എങ്കിൽ നീ ക്രിസ്ത്യാനികളുടെ പുറകെ ഇറങ്ങി പൊക്കോണം, വീട്ടിൽ പറ്റത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു, എങ്ങോട്ട് പോകണമെന്നോ. കാരണം ഭവനം വിട്ടിറങ്ങിയിട്ടോ ദൂരദേശത്ത് പോയിട്ടോ ഒന്നും ഉള്ള ഒരു ശീലം എനിക്കില്ല. എങ്കിലും ഞാൻ അന്ന് രാത്രി ദൈവസന്ധി മുട്ടുമടക്കി, കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായ വഴിയിലൂടെ എന്നെ നടത്തണമേ എന്ന് ആത്മാർത്ഥമായ ദൈവസന്ധി
കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് എനിക്ക് ബൈബിൾ കോളേജിൽ നിന്ന് കോളിംഗ് ലെറ്റർ വന്നത്. അങ്ങനെ ഞാൻ അങ്കമാലിയിലുള്ള ഇമ്മാനുവൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദൈവവചനം അഭ്യസിക്കാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോഴും ഭവനത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇറക്കി വിട്ടു എങ്കിലും ഇവരെന്നെ വെറുതെ വിടാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോഴേക്കും ദേശം മറഞ്ഞു, ജനമിളകി, ഭയങ്കര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി. കർത്താവിന്റെ ദാസന് പിന്നെ അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവരും അവിടുന്ന് കൂട്ടിക്കെട്ടി പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. എങ്കിലും ഞാൻ ധൈര്യത്തോടെ കർത്താവ് എന്നെ നടത്തി കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനം അഭ്യസിക്കാൻ കടന്നുപോയി. ഏകദേശം GTH പഠിക്കാനായിട്ടാണ് ഞാൻ ചേർന്നതെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം അവിടെയും ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരികയും എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണമുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുവാനിടയായെങ്കിലും അവിടുന്ന് ഞാൻ ഇറങ്ങി. പിന്നെ അനേക ഭവനങ്ങളിൽ മാറി മാറി വിശ്വാസ ഭവനങ്ങളിൽ നിന്നാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ട് നിന്നത്. ഒടുവിൽ ഹോസ്പിറ്റൽ ഫെലോഷിപ്പിന്റെ പാസ്റ്റർ എന്നെ കീഴത്തുള്ള ഒരു ഭവനത്തില് കൊണ്ടയാക്കി. അവിടെ ഒരു ആന്റിയുടെ വീട്ടില് സഹായത്തിനാക്കി നിർത്തി. അവിടുന്ന് ഷാരോൺ ചർച്ചിലായിരുന്നു ആ ആന്റി പോയിക്കൊണ്ടിരുന്നത്. എന്നെയും ഷാരോൺ ചർച്ചിൽ കൂട്ടിക്കൊണ്ടു പോകാൻ, എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുവാനും പ്രാർത്ഥനയിൽ ബലപ്പെടുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനൊക്കെ ദൈവം എനിക്ക് അവിടെ മുഖാന്തരങ്ങൾ ഒരുക്കി. അവിടെ സന്തോഷത്തോടെ 3 വർഷക്കാലം ആന്റിയോട് കൂടെ അവിടെ ആയിരുന്നു. അതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ടു, ഞാൻ നിന്നെ നീ അറിയാത്ത ഭാഷക്കാരുടെ ഇടയിലോട്ട്, ജാതികളുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കും എന്നുള്ളൊരു ദൈവശബ്ദം കേട്ടു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ബാംഗ്ലൂരിലോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു കാര്യം ക്രമീകരിക്കപ്പെട്ടു. അങ്ങനെ തിരുവല്ലയിലുള്ള ഒരു ആന്റിയുടെ കൂടെ ഞാൻ കർണാടകയുടെ പ്രദേശത്ത് ഏകദേശം ഒരു 1.5 വർഷത്തോളം കർത്താവിന്റെ വേലയില് ബാംഗ്ലൂരായിരുന്നു. അവിടെ വെച്ച് 7 ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എനിക്ക് വിവാഹം വേണ്ട, ദൈവസന്നിധിയില് കർത്താവിന്റെ ഒരു നല്ല സുവിശേഷ വേലക്കാരിയായിട്ട് കർണാടകയുടെ മണ്ണിൽ കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ പൂർണ്ണമായ സുവിശേഷ വേലയുടെ ഡെഡിക്കേഷന് വേണ്ടി 7 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്റെ കൂടെ വേറെ ഞങ്ങൾ 7 പേരാണ് ഒരുമിച്ച് ഉപവസിച്ചത്. കേരളത്തിൽ നിന്നുള്ള IPCയുടെ ഒരു ദേവദാസനാണ് അന്ന് ഡെഡിക്കേഷനായിട്ട് അവിടെ കടന്നു വന്നത്. ബാക്കി 6 പേരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് വേർതിരിച്ചെന്നാല് എന്റെ തലയെ കൈവച്ചിട്ട് പ്രകാരം പറഞ്ഞു, ദൈവം എന്നെ അനുവദിക്കുന്നില്ല, നിങ്ങൾ കുടുംബമായിട്ടാണ് കർത്താവിന്റെ വേല ചെയ്യേണ്ടതെന്ന് കർത്താവ് കാണുന്നു. അതുകൊണ്ട് സഹോദരി തനിച്ചല്ല കർത്താവിന്റെ വേലയ്ക്ക്, പിന്നെ ഞാൻ കർത്താവിന്റെ വേലയ്ക്കായിട്ട് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് കുടുംബമായിട്ട് ദൈവം എപ്പോഴാക്കുന്നോ അപ്പോൾ നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഹൃദയത്തിൽ വളരെ ഭാരമായി തോന്നി. കാരണം ഞാൻ ദൈവസന്നിധിയിൽ 7 ദിവസം ഉപവസിച്ചതും പ്രാർത്ഥിച്ചതും എനിക്ക് വിവാഹം കൂടാതെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ്. അങ്ങനെ കുറച്ച് നാള് ഇത് പ്രാർത്ഥന കഴിഞ്ഞ് പാസ്റ്ററൊക്കെ പോയി കഴിഞ്ഞെങ്കിലും എന്റെ ഹൃദയത്തിൽ ഇത് വളരെ ഭാരമേറി തുടങ്ങി. എനിക്ക് വിവാഹം കഴിക്കണ്ട, കർണാടകയുടെ മണ്ണിൽ ഒരു മിഷണറി ആയിട്ട് രക്തസാക്ഷിയായി തീരണം എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ വാഞ്ച. അങ്ങനെ വീണ്ടും 7 ദിവസം ഇരുന്നു, പിന്നെ 21 ദിവസം ഇരുന്നു. അങ്ങനെ കൂടെ കൂടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവിന് തന്നെ ബുദ്ധിമുട്ട് വരുന്ന രീതിയിലായി എന്റെ ഉപവാസവും പ്രാർത്ഥന. ദൈവശബ്ദം കേട്ടു, നീ കേരളത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ദൈവശബ്ദം കേട്ടപ്പോൾ ഞാൻ അത് ആരോടും പറഞ്ഞില്ല, ആരോടും അറിയിക്കാതെ ഞാൻ വീണ്ടും ദൈവസന്ധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ്, എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടെ മരിക്കണം, ഇവിടെ ശുശ്രൂഷ ചെയ്യണം, ഇവിടെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉപസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ ഒരു സുഭാഗത്തിൽ എന്റെ വയറിനകത്ത് ഭയങ്കര വേദന അനുഭവപ്പെട്ടു. അങ്ങനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ അൾസർ ഏറ്റവും കൂടിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ബാംഗ്ലൂരിൽ അത് ശുശ്രൂഷ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, അതുകൊണ്ട് കേരളത്തിൽ കയറി പോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തൽഫലമായി ആന്റിക്ക് എന്നെ അവിടെ നിർത്താൻ കഴിഞ്ഞില്ല. ആന്റി എന്നെ കേരളത്തിലേക്ക് കയറ്റി വിട്ടു. അവിടുന്ന് ഞാൻ ആലുവയിൽ വന്നിറങ്ങി നേരെ അടൂരുള്ള ബൈബിൾ സെമിനാരി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അവിടെ നിന്ന് അവരെന്നെ അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. കർത്താവിന്റെ കൃപയാൽ അവിടെ എന്നെ നോക്കിയതും ആ ഡോക്ടർ ഒരു വിശ്വാസിയായിരുന്നു, ഒരു ബന്ധക്കോസ് അനുഭവത്തിലുള്ള ഒരു ഡോക്ടർ ആയിരുന്നതുകൊണ്ട് ആ ഡോക്ടർ എന്റെ അടുത്ത് ചോദിച്ചു, ബിജി നീ എന്തിനാ ഭാരപ്പെടുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഇല്ലേ നിന്റെ കൂടെ, ജീസസ് ക്രൈസ്റ്റ് നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞ ഒരു ഗുളിക എനിക്ക് എഴുതി തന്നിട്ട് പറഞ്ഞു, തൽക്കാലം നീ ഒരു ഗുളിക കഴിച്ചിട്ട് നാളെ കഴിഞ്ഞ് നീ വന്നിട്ട് എൻഡോസ്കോപ്പി എടുക്കണം, എൻഡോസ്കോപ്പി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എത്രമാത്രം അകത്ത് അൾസറിന്റെ പ്രയാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഭവനത്തിലേക്ക് വിട്ടു. ഞാൻ അന്ന് രാത്രിയിൽ ഒരു വെള്ള പേപ്പർ എടുത്ത് ദൈവസന്നിധിയിൽ വെച്ചിട്ട് അതിന്റെ അടിയിൽ എന്റെ സിഗ്നേച്ചർ ഇട്ടു.
ആ പേപ്പറിൽ ഞാൻ കൈവച്ചിട്ട് പറഞ്ഞ, കർത്താവേ, ഇതുപോലെ ഞാൻ എന്റെ ജീവിതം എന്റെ സന്നിധി സമർപ്പിക്കുകയാണ്. എന്റെ ശരീരത്തിൽ ലോക വൈദ്യന്മാരുടെ കത്തിവെക്കാൻ ഇടയാകാതെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയാല് കർത്താവ് എന്താണോ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ഞാൻ സന്നദ്ധമാണെന്ന് ദൈവസന്ധി പറഞ്ഞു. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് ഏകദേശം 2 മണി വരെ ദൈവസന്ധി മുട്ടുമേൽ ഇരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു. ഒരു എന്നിൽ നിന്ന് എന്തോ വിട്ടുപോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ആന്റിയുടെ അടുത്ത് ചെന്നു ഒരു ഗ്ലാസ് ചായ മേടിച്ചു കുടിച്ചു. സാധാരണഗതിയിൽ അൾസറിന്റെ ആരംഭം തുടങ്ങി എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല, കട്ടിയുള്ള ആഹാര സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, എരിവ് പുളി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തില് ഒരു ഗ്ലാസ് പാലിൽ 2 ഗ്ലാസ് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് മാത്രമാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് രാവിലെ ഞാൻ ചായ കുടിച്ചു. എനിക്ക് വയറുവേദനയില്ല, യാതൊരു പ്രശ്നങ്ങളും തോന്നിയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഉച്ചയ്ക്ക് നല്ല കട്ടിയുള്ള ആഹാരം കഴിച്ചു, എനിക്ക് പ്രശ്നങ്ങളില്ല. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ആ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ വീണ്ടും ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു, വിജിക്ക് ആ ഒരു ഗുളികയുടെ ആവശ്യമേ ഉള്ളായിരുന്നു, ജീസസ് ക്രൈസ്റ്റ് വിജിയെ സൗഖ്യമാക്കിയിരിക്കുക, ഇനി ഇതിന് മരുന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഭവനത്തിൽ വന്നു. തുടർന്ന് അവിടെ അത് ബൈബിൾ കോളേജിന്റെ തന്നെ ഒരു ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് അവിടെ എനിക്ക് തുടരാൻ കഴിയത്തില്ല. ഞാൻ അങ്ങനെ തിരുവല്ലയില് നേരത്തെ ബാംഗ്ലൂരായിരുന്ന ആന്റിയുടെ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ആന്റിയുടെ മാതാപിതാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരോട് ഒരുമിച്ച് ചില മാസങ്ങള് അവരുടെ ഭവനത്തിൽ ഒരുമിച്ചായിരുന്നു. അവിടെ IPC സഭയോടുള്ള ബന്ധത്തില് അവിടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോയി. എല്ലാ സഭകളിലും കർത്താവ് എന്നെ അയച്ചു ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൊല്ലത്ത് IPC സഭയോടുള്ള ബന്ധത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് വന്നു. അങ്ങനെ കൊല്ലത്തെ IPC സഭയുടെ പാസ്റ്റർ അവരുടെ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ നിർത്തി. അവിടെ നിന്നപ്പോൾ ദൈവശബ്ദം കേൾപ്പിച്ചു. 21 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തക്കോണം ദൈവ ശബ്ദം കേൾപ്പിച്ചു. അങ്ങനെ ഞാൻ ഉപവാസത്തിലിരുന്നപ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നിനക്ക് കൊല്ലത്ത് നിന്നൊരു വീണ്ടെടുപ്പിന്റെ പുതുപ്പ് ദൈവം അയച്ചിട്ടുണ്ട്, നിന്റെ വിവാഹം കൊല്ലത്ത് വെച്ച് നടക്കും, കൊല്ലത്ത് ദൈവം നിന്നെ ആദരിക്കും മാനിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവദാസനിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സമയമായപ്പോൾ കർത്താവിന്റെ ദാസൻ രാജ് പാസ്റ്ററെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ദർശനത്തിൽ കാണിച്ചു തന്നു. അങ്ങനെ ഒരു വിവാഹം നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സന്ദർഭത്തില് കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തി. ഞങ്ങള് വിവാഹശേഷം വിവിധ ഇടങ്ങളിൽ തിരുവനന്തപുരത്തും അതുപോലെ കണ്ണൂര് അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. 2010 ഞങ്ങളുടെ സഹോദരിയുടെ മോളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ തിരിച്ച് അഞ്ചലിലോട്ട് വന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ കയറി പോകണം, അവിടെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ, അഞ്ചലിന്റെ ദേശത്ത് നിങ്ങൾക്കൊരു വേലയുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെ അഞ്ചലിന്റെ ദേശത്ത് ഒരു വേല ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഏറെ നാൾ കഴിയും മുമ്പേ ആ വേല കർത്താവ് വിശാലമാക്കി. ഏകദേശം 15ഓളം കുടുംബങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദേശത്ത് തന്നു. കടന്നു വരുന്ന ജീവിതങ്ങളൊക്കെ കെട്ടപ്പെട്ടവരും രോഗികളും അതുപോലെ ഭൂതബാധിതരുമായിരുന്നു. ശക്തമായ ശുശ്രൂഷ അവരുടെ ചെയ്യുവാൻ, അവരെ ക്രിസ്തുവിൽ നേടുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ കുടുംബമായി ഉപയോഗിച്ചു. ഞങ്ങൾക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെ തന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം കേട്ടു, ഇടയനെ വിട്ടും ആടുകൾ ചിതറും എന്നുള്ള ശബ്ദം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അന്നൊന്നും എനിക്ക് അറിയത്തില്ല ഒരു വചനം കേൾക്കുന്നു, ഞാൻ അതിനു വേണ്ടി അത് വെച്ച് എല്ലാ പ്രാർത്ഥനയിലും ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്താണ് വിഷയം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. ഒരു രാത്രിയില് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ വിശ്വാസത്തിൽ വന്ന നാള് മുതലേ ദൈവം എല്ലാ കാര്യങ്ങളും എന്നോട് സ്വപ്നത്തിലൂടെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അറിയിക്കാറുണ്ട്. ഒരു രാത്രി ഞാൻ സ്വപ്നം കണ്ടു, എന്റെ അമ്മ മദനിലോ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടു. ഞാൻ കണ്ടത് എങ്ങനെയാണ്, വലിയൊരു പുഴയിൽ എന്റെ മാതാവ് അകപ്പെട്ടു. വെള്ളത്തിലൂടെ ഒഴുകി ഒഴുകി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരയിലൂടെ ഓടി മാതാവിനെ രക്ഷപ്പെടുത്തേണ്ടതിനായിട്ട് കരയിലൂടെ ഓടി. കുറെ ദൂരം വെള്ളത്തിലൂടെ ഒഴുകി പോയി കഴിഞ്ഞപ്പോൾ ഒരു പാറയിൽ തട്ടി മാതാവ് അവിടെ തങ്ങിക്കിടന്നു. ഞാൻ ആ പാറപ്പുറത്ത് കമന്ന് കിടന്നിട്ട് മാതാവിനെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ച് കരയ്ക്കടുപ്പിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിട്ടുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടു. അന്ന് ഞാൻ പറഞ്ഞു, അമ്മ, എന്തോ ഒരു വിഷയം നിങ്ങൾക്ക് നേരിടുന്നു, മരണകരമായ ഒരു വിഷയമാണ്, ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു രാത്രിയിൽ എന്റെ സഹോദരിയുടെ മോൻ ഓടി വന്നിട്ട് 2 മണിയായ സമയത്ത് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആന്റി പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, അമ്മാമ്മച്ചിക്ക് നെഞ്ചുവേദനയായാലും ഭാരപ്പെടുന്നു, അമ്മാമ്മച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ
ഞാൻ ഇറങ്ങി ഓടിപ്പോയി അമ്മയെ ഒരു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUലാക്കി. അന്ന് അമ്മയ്ക്ക് അറ്റാക്ക് വന്നുവെങ്കിലും അത്ഭുതകരമായി കർത്താവ് വന്ന് വിടുതലും സൗഖ്യം കൊടുത്തു. അത് കഴിഞ്ഞ് ഭവനത്തിൽ ചെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കണ്ടു. എന്റെ അമ്മ കട്ടിയായിട്ട് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നു. ഞാൻ കൈ വെച്ചപ്പോഴേക്കും 2 കഷ്ണം ബ്ലഡ് എന്റെ കയ്യിൽ വീണു. എന്റെ കയ്യിലൂടെ അമ്മ തല ചെരിഞ്ഞ് വീണ് അമ്മ എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്വപ്നം ഞാൻ കണ്ടു. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ എന്റെ മാതാവ് ലോകത്ത് മാറ്റപ്പെട്ടു. തുടർന്ന് വളരെ പ്രയാസത്തിലൂടെ ഞങ്ങൾ കർത്താവിന്റെ വേല ശക്തമായി ചെയ്യുന്നത് കൊണ്ട് അതൊന്നും വലിയ ഭാരമായിട്ട് വന്നില്ല. എങ്കിലും ഹൃദയത്തിൽ ഭാരമുണ്ടെങ്കിലും കർത്താവിന്റെ വേല ശക്തമായി ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ അത് വളരെ ഭാരപ്പെടുത്തിയില്ല. കുറച്ചു നാൾ കഴിഞ്ഞു ഞങ്ങൾ അതിൽ നിന്ന് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അല്പം ആശ്വാസം വന്നു. കർത്താവിന്റെ വേല ഞങ്ങളെ വാടക വീട്ടിൽ നിന്ന് ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് ഒരു ഷെഡ് അടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി അവിടെ ശക്തമായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു. എന്റെ സഹോദരി സിസ്റ്ററിലോ അവരന്ന് എറണാകുളത്ത് ഒരു ഹോസ്റ്റൽ വാർഡനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കണ്ട സ്വപ്നം എങ്ങനെയാണ്, സഹോദരി ഞാനും കൂടെ ബൈബിളും പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോന്നു. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു വലിയ ആറ് ഇറങ്ങി അക്കരെ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അങ്ങനെ വഴിയിലെത്തിയപ്പോൾ സഹോദരി എന്റെ അടുത്ത് ഒരു പാറമേൽ എന്നെ നിർത്തിയിട്ട് പറഞ്ഞു, ഇയാളെ ഈ പാറയുടെ മേളിൽ നിൽക്ക്, ഞാൻ വെള്ളത്തിൽ ഇറങ്ങി അക്കരെ കയറിയതിന്റെ ശേഷം മാത്രമേ ഇയാള് വെള്ളത്തിൽ ഇറങ്ങാവൂ എന്ന് എന്റെ അടുത്ത് പറഞ്ഞ് എന്നെ ഈ പാറയിൽ നിർത്തി. പുള്ളിക്കാരി വെള്ളത്തിലോട്ട് ഇറങ്ങി. അക്കരെ ചെന്ന് കയറേണ്ട സ്ഥലം എത്തിയപ്പോഴേക്കും അടിയൊഴുക്ക് ശക്തമായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. എനിക്ക് അടിയിലുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് കരയിൽ നിന്നോട്ട് കാണാൻ കഴിയും. പക്ഷെ അടിയൊഴുക്ക് ശക്തമായി പുള്ളിക്കാരി നിന്ന് തന്നെ പുറകോട്ട് ഒഴുകി 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 വലിയൊരു കടലൻ പോലെ കിടക്കുന്ന ഒരു സമുദ്രത്തിന്റെ ആഴത്തിലോട്ട് പുള്ളിക്കാരി നിന്ന് ഒഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇയാളുടെ മുമ്പിൽ ഒരു പച്ച കരിമ്പിന്റെ തണ്ട് കിടപ്പുണ്ട്, അതിൽ പിടിക്കുക ഞാൻ പറയുന്നെങ്കിലും പുള്ളിക്കാരിക്ക് എന്റെ ശബ്ദം കേൾക്കാവുന്ന ആ പരിധിക്ക് അപ്പുറമായി കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ കരവഴി ഓടി രക്ഷിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നതുകൊണ്ട് എനിക്ക് ഈ പാറയിലല്ലാതെ വേറൊരു ആശ്രയമില്ല പുള്ളിക്കാരിയെ രക്ഷിക്കാനായിട്ട്. ഞാൻ അവിടെ നിന്ന് നിലവിളിച്ചു. അങ്ങനെ പിറ്റേന്ന് അവർ ഹോസ്റ്റലിൽ തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാള് ഈ മാസത്തെ ലീവിന് വരുമ്പോൾ നമുക്ക് 3 ദിവസം ഉപവാസരിക്കണം. എനിക്ക് രക്ഷിക്കാൻ പറ്റാത്ത എന്തോ ഒരു അനർത്ഥം ഇയാൾക്ക് വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അതുകൊണ്ട് നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി ആ മാസത്തെ ലീവ് എടുത്ത് ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്ന് ഒരു വെള്ളിയാഴ്ച വൈകിട്ട് വന്നു. ശനിയാഴ്ച രാവിലെ തൊട്ട് ഉപവസിക്കാമെന്ന് തീരുമാനം എടുത്തെങ്കിലും വെള്ളിയാഴ്ച രാത്രി വെളുപ്പിന് 3 മണിയായപ്പോൾ അവർക്ക് നെഞ്ചുവേദന വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇത് അറ്റാക്കിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ, ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് അതുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആൻജിയോഗ്രാം ചെയ്തപ്പോഴേക്കും 7 ബ്ലോക്ക് ഉണ്ട്. ഓപ്പൺ സർജറി അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആൻജിയോഗ്രാം ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു വിത്തിൻ 3 months എന്ന് പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ഭവനത്തിൽ വന്ന് ഇത്രയൊന്നും ആഴമായി എന്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞു, ഇതുപോലെയാണ് സഹോദരിക്ക് 7 ബ്ലോക്ക് ഉണ്ട്, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ സർജറി അല്ലാതെ മറ്റൊന്നും മുൻപിലില്ല, അതിന് ഇത്ര ലക്ഷം രൂപ ചെലവുണ്ട്, പക്ഷെ അത് ചെയ്താലും ഇത്രയും അറ്റാക്ക് വന്ന സ്ഥിതിക്ക് ഡോക്ടർമാർക്ക് പോലും ഒരു ഹോപ്പ് തരാൻ പറ്റുന്നില്ല, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ 3 monthsനകത്ത് ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി അനേക ഹോസ്പിറ്റലുകളിൽ ഞാൻ കയറി ഇറങ്ങി ഒരു ഡേറ്റിന് വേണ്ടി. അങ്ങനെ എവിടെ ഒരു ഡേറ്റ് ആ 3 monthsനകത്ത് ഒരു ബൈപ്പാസ് സർജറിക്കുള്ള ഒരു ഡേറ്റ് എവിടെയും കിട്ടിയില്ല. ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് കാർഡിയോളജി ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കൽ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 വരെ ഇരുന്നു. ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ ഇറങ്ങി വരുന്നതും കാത്ത്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കണ്ണുനീരോടെ കാര്യം പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഒക്ടോബർ 2-ാം തീയതിക്ക് ഞാനൊരു ഡേറ്റ് തരാം. പിന്നെ ഈ രോഗി ഇത്രയും വലിയ അറ്റാക്ക് വന്ന് ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്ന ഒരാളെ സർജറിയുടെ ടേബിളിൽ വെച്ചോട്ട് വേണമെങ്കിലും വീണ്ടും ഒരു അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാരണ്ടി തരത്തില്ല, ഓപ്പറേഷൻ ഒരു ഡേറ്റ് ഞാൻ തരാം എന്നും പറഞ്ഞൊരു ഡേറ്റ് തന്നിട്ട് പോയി. ഒക്ടോബർ മാസം 2-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ ഡേറ്റ് തന്നത്. പക്ഷെ സെപ്റ്റംബർ മാസം 25-ാം തീയതി 24-ാം തീയതി അർദ്ധരാത്രി ആയപ്പോൾ സഹോദരിക്ക് വീണ്ടും നെഞ്ചുവേദന വന്നു. 25-ാം തീയതി നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അതൊരു ഞായറാഴ്ചയായിരുന്നു. സെപ്റ്റംബർ 25 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:20 സഹോദരി കർത്താവ് ചേർക്കപ്പെട്ടു.
അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരാ നഷ്ടമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ശുശ്രൂഷയ്ക്കായാലും ഭവനത്തിലായാലും ഭയങ്കര ഒരു കൈത്താങ്ങലാണ് എന്റെ സഹോദരി. അപ്പൊ അമ്മയുടെ വേർപാട്, സഹോദരിയുടെ വേർപാട് ഞങ്ങൾക്ക് രണ്ടും ഒരു 3 വർഷത്തെ ഗ്യാപ്പിനകത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുശ്രൂഷയിലും അത് സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം പ്രശ്നങ്ങളായി വന്നു. ആ സമയത്ത് ഈ സഹോദരി ഇങ്ങനെ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. കർത്താവിന്റെ ദാസൻ അന്ന് ബൈബിൾ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരുന്ന വഴിയില് ട്രാൻസ്പോർട്ട് ബസ് അപകടത്തിൽപ്പെട്ടു. ആ ബസ്സിൽ നിന്ന് ഉണ്ണിരാജ് പാസ്റ്റർ തെറിച്ച് താഴെ വീഴുകയും തലയറ്റ് റോട്ടിൽ പോയി ബോഡി പാർട്ട് നെടുവെ രണ്ടായിട്ട് പിളർന്ന് 2 പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു വ്യാഴാഴ്ച ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു, വ്യാഴാഴ്ച വൈകിട്ട് പാസ്റ്റർ വരും, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും നടത്തി, ഞായറാഴ്ച ആരാധനയും നടത്തി, ചിലപ്പോൾ ഞായറാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയാണ് തിരിച്ച് ബൈബിൾ കോളേജിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വളരെ പ്രാർത്ഥനയോടെ കടന്നു വരണം, എന്തോ ഒരു മുമ്പിൽ വലിയൊരു അപകടം ഞാൻ കാണുന്നു, ഞാൻ ഇതെല്ലാം സ്വപ്നത്തിലൂടെ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നുണ്ട്, പ്രാർത്ഥിക്കാം, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സഹോദരി മരിച്ച് ഒരു ഞായറാഴ്ച, അതായത് സെപ്റ്റംബർ 25-ാം തീയതി ഞായറാഴ്ച എന്റെ സഹോദരി മരിക്കുന്നു. പിറ്റേ ഞായറാഴ്ച ഒക്ടോബർ 2-ാം തീയതി ഞായറാഴ്ച രാത്രി 11:20 കർത്താവിന്റെ ദാസന് സ്ട്രോക്ക് വന്നു. ഭവനത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവർ പറഞ്ഞ് മേജറാണ്, അതുകൊണ്ട് പറ്റത്തില്ല, നിങ്ങള് മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അവർക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് അവർ 74 മണിക്കൂർ ഞങ്ങളോട് പറഞ്ഞ് കെയർലെസ് ആയിട്ട് 16-ാം വാർഡിലിട്ടിരുന്നു. ഒത്തിരി ആൾക്കാരന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലും അവിടെ ഇവിടെയൊക്കെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പാസ്റ്റർ തീർത്തും കോമ സ്റ്റേജിലേക്ക് പോയി. അങ്ങനെ അവിടെ PG ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ആന്റി, ഈ പാസ്റ്റർ അനന്തപുരിയിൽ മാർത്താണ്ഡപിള്ള എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്, അവിടെ നിങ്ങൾ എത്തിക്കാമെങ്കിൽ ഇച്ചിരി സാമ്പത്തികം ചെലവാകുമെങ്കിലും അവിടെ എത്തിക്കാമെങ്കിൽ ഒരു പക്ഷേ പാസ്റ്റർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് എന്നോട് പറയുവാനായിട്ട് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങള് അനന്തപുരിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ എടുത്തു. അതിനു മുമ്പ് സഹോദരങ്ങൾ എല്ലാവരും കൂടെ കിംസിൽ കൊണ്ടുപോയോ ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചപ്പോ കിംസിലെ ഡോക്ടർ പറഞ്ഞു, തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണം, ദൈവം ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, വിടുവിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇത് വഹിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തരും, അതുകൊണ്ട് തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധപൂർവ്വം ഞാൻ തടഞ്ഞു. അതിന്റെ പേരിലൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. എങ്കിലും അനന്തപുരിയിൽ അത് കിട്ടിയപ്പോൾ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള തീരുമാനത്തോടെ അനന്തപുരി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, 19 ദിവസം ക്രിട്ടിക്കൽ ICUവിൽ തന്നെ പേഷ്യന്റിനെ ഇടണം, 2 ലക്ഷം രൂപ ICUവിന്റെ ബില്ലാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 ലക്ഷം രൂപ മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. അങ്ങനെ അവിടെ കൊണ്ടുചെന്നു. ഏകദേശം 2.5-3 മാസത്തോളം അനന്തപുരിയിൽ കഴിയേണ്ടതായിട്ട് വന്നു. സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. തീർത്തും ഒരു ഭ്രാന്തിയെ പോലെയാണ് ഞാൻ ആ ഹോസ്പിറ്റലിലായിരുന്നത്. കുഞ്ഞുങ്ങൾ ഒരു വശത്ത്, കർത്താവിന്റെ ദാസൻ ഇങ്ങനെ, മറ്റു കാര്യങ്ങൾക്കൊന്നിനും ഞാൻ ഇറങ്ങിപ്പോയി. എനിക്കൊരു ശീലമില്ല, ജീവിതം മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ കിടന്ന് ദിവസം ഒരു അയ്യം വിളിക്കല്ലാതെ എനിക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു. അവിടെ നിന്ന് 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ തുടർന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ സാമ്പത്തികം നഷ്ടമാകുന്നല്ലാതെ ഈ രോഗി പെട്ടെന്ന് എണീക്കത്തില്ല. സാധാരണ ഇങ്ങനെ പക്ഷാഘാതം വന്ന 3 വർഷം 4 വർഷമൊക്കെ തളർന്നു കിടക്കും, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി നല്ല കെയർ കൊടുക്കുന്നേ നല്ലത്, ഹോസ്പിറ്റലിട്ട് സാമ്പത്തികം ചെലവാക്കണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പാസ്റ്റർ ശുശ്രൂഷിക്കുന്ന എനിക്ക് അറിയത്തില്ല. കാരണം തളർന്ന ഒരേ കിടപ്പാണ്, എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. എനിക്ക് കുഞ്ഞുങ്ങളെയും പാസ്റ്ററെ ഒരുപോലെ നോക്കിക്കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണെന്നുള്ളൊരു വലിയ ഭാരം എന്റെ മനസ്സിലുണ്ടായി. അപ്പോ അവിടുന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഈ അവസ്ഥയിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല സിസ്റ്ററെ, നമുക്ക് തിരുവനന്തപുരത്ത് കന്യാകുമാരിയിലുള്ള ഒരു സിദ്ധമർമാണിയ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോക്ടറെ ഒന്ന് കാണിച്ച് നോക്കാം എന്താ പറയുന്നതെന്ന്, ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം സിസ്റ്ററെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധത്തിൽ ഞാൻ കന്യാകുമാരിയിലേക്ക് പാസ്റ്ററിനെ കൊണ്ടുപോയി.
അതൊരു സിദ്ധമർമാണിയ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു വൈദ്യനായിരുന്നു. അദ്ദേഹം നാടി പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആളെ ഞാൻ സ്റ്റാൻഡ് ചെയ്യിക്കാം, പക്ഷെ അടുത്ത കൈക്ക് ഞാൻ ഗ്യാരണ്ടി തരത്തില്ല, കാരണം കൈ ഓൾറെഡി ഡെഡ് ആയി പോയി, ഇനി അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് എനിക്കെന്നല്ല, ഒരു ഡോക്ടർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഓൾറെഡി ഡെഡ് ആണെന്ന് പറഞ്ഞു. 14 ദിവസം അവിടെ കിടത്തിയപ്പോഴേക്കും അവിടെ കൊണ്ടുപോയി 2 ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ വീണ്ടും പനി അടിച്ചു. അപ്പൊ ഇവിടുത്തെ അനന്തപുരിയിലെ ഡോക്ടർ പറഞ്ഞു 1 വർഷത്തിനകം, കാരണം തലയില് ബ്ലഡ് ക്ലോട്ട് ആയത് മെഡിസിൻ കൊടുത്ത് അലിയിച്ചതല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പനി വന്നാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും, അതുകൊണ്ട് രോഗിക്ക് പനി വരാതെ നോക്കണം എന്നാണ് അനന്തപുരി എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞപ്പോ പനി വന്നു. എനിക്ക് വളരെ ഭാരം തോന്നി. ആ ഡോക്ടർ പറഞ്ഞ്, ഇവിടെ വെച്ചിട്ട് എന്ത് വന്നാലും അത് ഞാൻ നോക്കിക്കോളാം, സിസ്റ്റർ അതിനകത്ത് ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞ് 3 ദിവസം അവരെ മരുന്ന് തന്നെ ട്രീറ്റ്മെന്റ് അതില് കഷായം മരുന്നും ഒക്കെ കൊടുത്തു. പനി മാറി. പിന്നെ അവര് ട്രീറ്റ്മെന്റ് ചെയ്തു. ഏകദേശം 15 ദിവസം കഴിഞ്ഞപ്പോൾ ആളെ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ചെയ്യിച്ചിട്ട് അവർ ഞങ്ങളെ ഭവനത്തിൽ പറഞ്ഞു വിട്ടു. ഭവനത്തിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ നിരാശ എന്നെ ഭരിക്കാൻ തുടങ്ങിയത്. കാരണം രോഗിയായ ഒരു ഭർത്താവ്, പറക്കം പറ്റാത്ത 3 കുഞ്ഞുങ്ങൾ, എന്റെ മുമ്പിൽ സാധ്യതകളൊന്നുമില്ല, ഉപജീവനത്തിന് മാർഗമില്ല, എങ്ങനെ ഈ രോഗിയെ മുന്നോട്ട് ശുശ്രൂഷിക്കുന്ന എനിക്ക് അറിയത്തില്ല. വളരെ ഭാരമായി. എങ്കിലും കർത്താവിൽ ഞാൻ പ്രത്യാശ വെച്ചു. ഉപവാസവും പ്രാർത്ഥനയും കൈമുതലാക്കി മുന്നോട്ട് പോയി. കുറച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുപോയി ഗവൺമെന്റ് ആയുർവേദം നല്ലിലയിൽ കൊണ്ടുപോയി. അവിടെ 3 മാസത്തോളം അഡ്മിറ്റ് ചെയ്തു. തലയിൽ ധാര കോരി. അങ്ങനെ ഓർമ്മശക്തി തിരിച്ചു കിട്ടി. ഘട്ടം ഘട്ടമായിട്ട് അല്പാൽപമായ വിടുതലുകൾ വന്നു. ഇപ്പൊ സ്റ്റിക്കിന്റെ സഹായത്തോടെ എഴുന്നേറ്റ് ഫസ്റ്റ് നിൽക്കും. സ്റ്റിക്ക് കൊണ്ട് കുത്തി കുത്തി ബാത്റൂമിൽ പോകും. ആഹാരം എടുത്തു വെച്ച് കൊടുത്താൽ ഫാസ്റ്റർ കഴിക്കും. എന്നെക്കാളും നല്ല മെമ്മറി പവർ ഇപ്പൊ ഫാസ്റ്റർ കൊണ്ട്. ദൈവവചനം എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഫാസ്റ്റർ പറയും. അത്ര നല്ലൊരു വിടുതല് കർത്താവ് കൊടുത്തു. എന്ന സഭയുടെ കാര്യത്തില് ദൈവവചനം അതിനോട് സ്വപ്നത്തോട് ഇടപെട്ടതുപോലെ തന്നെ ഇടയനെ വിട്ട് പാടുകൾ ചിതറും പറഞ്ഞതുപോലെ സഭയുടെ കാര്യത്തില് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. വിശ്വാസികൾ പല സഭകളിലായിട്ട് പോകേണ്ടതായി വന്നു. കുറച്ചു ദിവസമൊക്കെ ഞങ്ങൾ പിന്നെയും വയ്യാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും നമ്മുടെ ബന്ധക്കോസ് അനുഭവത്തിലുള്ളവർക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധനയും പ്രാർത്ഥനയും അല്ലെങ്കിൽ അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കർത്താവിദാസന് സഭാചാർജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അതിന്ന് പിന്മാറി ഭവനത്തിൽ വിശ്രമിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. കുഞ്ഞുങ്ങള് കർത്താവിന്റെ ദാസന് സ്ട്രോക്ക് വരുന്ന സമയത്ത് എന്റെ മൂത്ത മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോന് 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്ന് കുഞ്ഞുങ്ങള്, മൂത്താള് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി, രണ്ടാമത്തെ ആള് +2-ലായി, മോന് 7ാം ക്ലാസ്സിലായി. ദൈവത്രത്തോളം ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തി. അതിന് ശേഷം ഭവനത്തിൽ വന്നു. 2016 സ്ട്രോക്ക് വന്നു. 17 ഓഗസ്റ്റ് സെപ്റ്റംബർ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് കാലിൽ ചെരുപ്പിടാതെ ചരലുള്ള ഭാഗങ്ങളിൽ ചവിട്ടി നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാലിന് സെൻസേഷൻ കിട്ടും, പെട്ടെന്ന് കുറച്ചും കൂടെ സ്പീഡിൽ നടക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർക്ക് എന്നും പത്രം വേണം. അപ്പൊ പത്രം കൊണ്ടുവന്ന് വീട്ടിന്റെ വാതിക്കലിട്ടിട്ട് പത്രക്കാരൻ പോയി. ഒരു ഞായറാഴ്ച രാവിലെ പത്രം എടുക്കാനായിട്ട് പാസ്റ്റർ മുറ്റത്തോട്ട് ഇറങ്ങി. പത്രം എടുത്ത് തിരിച്ചു വന്നപ്പോൾ എവിടുന്നോ കൂടിളകി വന്ന ഒരു കടുന്നൽ കൂട്ടം തേനീച്ച കൂട്ടത്തോടെ വന്ന് പാസ്റ്റർ പൊതിഞ്ഞു. വിളി കേട്ട് ഞാൻ ഓടി ചെന്നപ്പോഴേക്കും പന്തലിട്ടതുപോലെ തേനീച്ച കൂട്ടത്തോടെ പാസ്റ്റർ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അടുത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അത് ഏതോ ഞങ്ങളുടെ വീട്ടിന്റെ അവിടുന്ന് 2 പുരയിടത്തിന്റെ അപ്പുറത്തെങ്ങാണ്ടുണ്ടായിരുന്ന ഒരു കൂട് രാവിലെ പരുന്ത് വന്ന് അടിച്ചപ്പോ ആ പരുന്തിനെ ഫോളോ ചെയ്ത് വന്നതായിരുന്നു ഈ ഈച്ച എല്ലാം കൂടെ. ഞാൻ പാസ്റ്റർ വന്ന് പൊതിഞ്ഞു. പാസ്റ്റർ ബോധമില്ലാതെ അവിടെ വീണു. പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഡോക്ടർ പറഞ്ഞ് ഒരു സ്ട്രോക്ക് വന്ന പേഷ്യന്റാ, പെട്ടെന്ന് BP വേരിയേഷൻ ആവും, അതുകൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും എത്തിക്കണമെന്ന് പറയുന്നിടയായി. ഞങ്ങള് അവിടെ നിന്ന് നേരെ ഗോകുലത്തിൽ കൊണ്ടുപോയി. ഏകദേശം 19-20 ദിവസത്തോളം ക്രിട്ടിക്കൽ ICUലായിട്ട് നോർമൽ ICUലായിട്ട് ഫസ്റ്റ് കഴിഞ്ഞു. നീര് വെച്ച് ശരീരം മൊത്തം വീർത്ത് 2 ബെഡുകൾ ചേർത്തിട്ടിട്ട് കിടത്തേണ്ട അവസ്ഥയായി. പിറ്റേ 3-ാം ദിവസം ആയപ്പോഴേക്കും ശരീരം മൊത്തം നീര് വെച്ച് വീർത്ത് പൊട്ടി നീരൊഴുകാൻ തുടങ്ങി. ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ലാതെയായി. ലാസ്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു, ഒരു ഞരമ്പ് പോലും ശരീരത്തിൽ കിട്ടുന്നില്ല, ഒരു മരുന്നോ എന്തെങ്കിലും ഒന്ന് കുത്തിവെക്കാൻ. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു.
അങ്ങനെ അത് കേട്ട് ഇന്ന് രാവിലെ ഗോകുലത്തില് 6ാമത്തെ നിലയില് കുറച്ച് ഭാഗം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് ഞാൻ വിചാരിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി ഞാൻ എങ്ങോട്ടാ ഓടേണ്ടത്, എനിക്ക് ഒരു ഗത്യന്തരമില്ലാത്തൊരവസ്ഥ. ഞാൻ ആ ടെറസിന്റെ മേളിലോട്ട് കയറി. സെക്യൂരിറ്റി അവിടെ നിൽക്കുന്ന എന്നെ തടഞ്ഞ് എവിടെ പോവുകയെന്ന് ചോദിച്ചു. അന്നേരം പുള്ളി വിചാരിച്ച് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനെങ്ങാണ്ട് പോവുമായിരിക്കും എന്ന് പറഞ്ഞ എന്നെ തടഞ്ഞത്. ഞാൻ പറഞ്ഞു, സാറേ എന്റെ ഭർത്താവ് ക്രിട്ടിക്കൽ ഐസിയുവിൽ കിടക്കുക, എനിക്ക് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഞാൻ മേളിലോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോ അതിന് തന്നെയാണോ എന്ന് എന്നോട് എടുത്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞ് ഞാൻ മേളിൽ ചെന്ന് 2 കൈകളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞപ്പ, നിന്റെ വേല തികച്ചെങ്കിൽ നീ ഭൂമിയിൽ നിന്ന് മാറ്റണം, നീ എനിക്ക് കഷ്ടപ്പെടാൻ എനിക്ക് കഴിയത്തില്ല, അല്ലെങ്കിൽ നീ ആയുസോട് ആരോഗ്യത്തോടെ എനിക്ക് തിരിച്ചതാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പാതിയിൽ വെച്ച് ഞങ്ങളുടെ ജീവിതം തകർന്ന, ശുശ്രൂഷ തകർന്നു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല കർത്താവേ എന്ന് പറഞ്ഞ് 2 കൈകൾ ഉയർത്തി ഞാൻ ദൈവസന്നിധി നിലവിളിച്ചു. ഞാൻ ഇറങ്ങി വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇച്ചിരി കാശാവും, 200 ml മരുന്നിന് 3000 സംതിങ് രൂപയാവും, അത് ഇവിടെ കിട്ടത്തില്ല, മെഡിക്കൽ കോളേജിന്റെ കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ കിട്ടത്തുള്ളൂ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു 3 ബോട്ടിലോട് എടുക്കേണ്ടി വരും ആ മരുന്ന്, അത് 3 ബോട്ടിൽ വാങ്ങി കൊണ്ടുവന്ന നമുക്കൊന്നും കൂടെ പ്രതീക്ഷിച്ച് നോക്കാം, അപ്പൊ ഞങ്ങൾ ഉറപ്പൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. എന്റെ ബാക്കി സഹോദരങ്ങളൊക്കെ വന്ന് എല്ലാരും കൂടെ ഷെയർ ഇട്ട് ആ മരുന്ന് മേടിച്ചു കൊണ്ടുവന്ന് ആ 3 ബോട്ടിൽ കുത്തി വെച്ചപ്പോഴേക്കും കഴുത്തിന്റെ ഇവിടെയുള്ള ഒരു ഞരമ്പ് മാസം കിട്ടി. ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഞരമ്പ് ഓപ്പറേഷൻ ചെയ്ത് ഇതിലൂടെ ഇട്ടതിന്റെ ശേഷമാണ് പിന്നീടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തത്. അപ്പോഴേക്കും മൂത്രം യൂറിൻ പാസ് ചെയ്യുന്നതൊക്കെ ബ്ലഡിനേക്കാളും കട്ടിയായ കളറിലാണ് പോയിക്കൊണ്ട്, കിഡ്നിക്കെല്ലാം ഇൻഫെക്ഷൻ ആയി പോയി. വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എത്രയോ നാളുകൾ എനിക്ക് ഉറക്കമില്ല. അങ്ങനെ ഒരു ദിവസം ഒരു സിസ്റ്റർ വന്നിട്ട് എൻ്റെ അടുത്ത്, ഒരു ബന്ധുക്കോസുകാരി വിശ്വാസി കൊച്ചായിരുന്നു, അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആന്റി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ 3-ാം വാർഡിൽ കൊണ്ടുപോയി. അവിടെ ഒരു വാർഡിൽ ഒരു ബെഡ് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ആന്റി കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞു. എനിക്ക് ഉറക്കമില്ല എങ്കിലും ഞാൻ അവിടെ കിടന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് ഞാൻ കുറച്ചു നേരം ഇരുന്ന് ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. ആ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ ഭർത്താവ് മരിച്ചു. വീട്ടിൽ അടക്ക ശുശ്രൂഷകളെല്ലാം നടക്കുന്നു. അവസാനത്തെ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ച് ബോഡി എടുക്കേണ്ട സമയമായപ്പോൾ പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഭാര്യയ്ക്കും മക്കൾക്കും അന്ത്യചുംബനത്തിനുള്ള സമയമാണെന്ന് പറഞ്ഞപ്പോൾ മക്കളെയൊക്കെ ആരോ പിടിച്ചുകൊണ്ടുപോയി അന്ത്യചുംബനം കൊടുപ്പിച്ചു. എനിക്ക് സമയമായി. ഞാൻ എന്നെ 2 പേര് പിടിച്ച് അടുത്തോട്ട് കൊണ്ടുവന്ന് സ്നേഹചുംബനം കൊടുക്കാൻ നേരത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ചേട്ടാന്നാ വീട്ടിൽ വിളിക്കുന്നത്, ചേട്ടാ എന്നെ ഈ കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് ചേട്ടൻ പോയോ, ഞങ്ങൾക്ക് ഇനി ആരുണ്ട് എന്ന് ചോദിച്ച് സ്നേഹചുംബനം കൊടുക്കാനായിട്ട് നിന്നപ്പോ ഞാൻ അടുത്തോട്ട് ചെന്നപ്പോൾ ഞാൻ കണ്ട് വയറിന്റെ ഭാഗം ഇങ്ങനെ ശ്വാസം ഇടിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശ്വാസം ബ്രീത്ത് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടൻ മരിച്ചിട്ടില്ല, എന്റെ ചേട്ടൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക, എന്റെ ചേട്ടൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് ഇങ്ങനെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഇടതുവശം ഇങ്ങനെ ബലമില്ലാതെ ഇങ്ങനെ വേച്ചു പോകുന്നതായിട്ട് തോന്നി. ഞാൻ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ആൾക്കാരൊക്കെ വന്ന് പിടിച്ച് കസേരയിൽ ഇരുത്തി. അങ്ങനെ അടക്കാൻ വേണ്ടി എടുത്ത കുഴിക്കകത്ത് വാഴത്തട വെട്ടിയിട്ട് ആ കുഴി പ്രാർത്ഥിച്ച് മൂടുന്നതായിട്ടുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടു. അന്ന് എനിക്ക് മനസ്സിലായി, എന്റെ കർത്താവിന് ഇനിയും പദ്ധതിയുണ്ട്, മരണത്തിന്റെയും ഏൽപ്പിച്ചിട്ടില്ല. അന്ന് വൈകിട്ടായപ്പോഴേക്കും ശരീരത്തിൽ നീര് കുറഞ്ഞു, കുറച്ച് സുബോധത്തിലേക്ക് മടങ്ങി വന്നു. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ദിവസമായിട്ട് നീരുകൾ കുറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വാർഡിലേക്ക് മാറ്റി. 6-7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. അതിന്റെ ശേഷം ഇന്ന് വരെയും കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ ഞാൻ കടന്നു പോയെങ്കിലും താളടിയാകാൻ എന്റെ കർത്താവ് അനുവദിച്ചില്ല. എന്റെ കർത്താവിലുള്ള വിശ്വാസവും പ്രത്യാശയും ഒന്ന് മാത്രമാണ് എന്നെ വിശ്വാസഗോളത്തിൽ ഇന്നയോളം നിലനിർത്തിയിരിക്കുന്ന എന്റെ കുടുംബമായി പരിപാലിക്കുന്നത്. എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായാലും മുന്നോട്ട് എനിക്ക് എങ്ങനെ വിടണമെന്നോ എന്താണ് എന്റെ മുൻപിലുള്ളതെന്നോ എനിക്ക് അറിയത്തില്ല. കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓരോ ദിവസം പ്രാർത്ഥനയോടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദൈവം അവരെ വിദ്യാഭ്യാസം ചെയ്യുവാൻ സഹായിച്ചു. ഇത്രത്തോളം കർത്താവ് കുടുംബമായി ഞങ്ങളെ നടത്തി. ഈ ഒരു സാക്ഷ്യം അനേകരുമായി പങ്കുവെക്കണമെന്ന് വളരെ നാളായി ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നാല് അതിനൊന്നുള്ളൊരു സാഹചര്യം എന്റെ മുൻപിൽ ഉണ്ടായില്ല. വളരെ ഹൃദയത്തിൽ ഭാരവും വേദനയും പ്രയാസമൊക്കെ തോന്നുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് അരോമ TV-യിലെ ചാനലിൽ വരുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ്. അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എന്റെ കഷ്ടത മറക്കും, ഞാൻ എന്റെ വേദനകൾ മറക്കും, ഞാൻ വീണ്ടും കർത്താവ് പ്രത്യാശിക്കും.
വളരെ ഭാരം തോന്നുമ്പോൾ എന്നേക്കാൾ വേദനയിലും ഭാരത്തിലൂടെ കടന്നുപോയ ഏതെങ്കിലും സഹോദരിമാരുടെയോ സഹോദരന്മാരുടെയോ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കും, ഞാൻ ബലപ്പെടും. അങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എല്ലാ ദിവസവും ഞാനിങ്ങനെ ആഗ്രഹിക്കും, ഈ ചാനലിൽ എന്റെ സാക്ഷ്യം കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുക. അങ്ങനെ അനേക നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് പാസ്റ്റർ ഈ വീഡിയോയിൽ ആർക്കെങ്കിലും അനുഭവ സാക്ഷ്യം പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണമെന്ന് ഇങ്ങനെ അതിനകത്തൊരു ഇത് കണ്ട് അങ്ങനെയാണ് ഞാൻ ഈ നമ്പർ എടുത്ത് ഫസ്റ്റ് കോൾ ചെയ്യാനായിട്ട് ഇടയായത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ ഒരു അനുഭവ സാക്ഷ്യം പറയാൻ എന്റെ ജീവിതത്തിൽ ലഭിച്ചത് ഏറ്റവും വലിയൊരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിലേക്ക് കടന്നു വരാനും അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാനും എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസൻ ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്റെ ഈ സാക്ഷ്യം അരോമ ടിവിയിലെ ചാനലിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾ എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് ഇതുപോലെ എന്നേക്കാൾ പ്രയാസമേറിയ അനുഭവത്തിലൂടെ ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്. അവരൊക്കെ ബലപ്പെടുത്തേണ്ടതിനും ക്രിസ്തുവിൽ അവരെയൊക്കെ ഉറപ്പിക്കേണ്ടതിനും എന്റെ സാക്ഷിയുടെ മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവയുടെ അനുഭവ സാക്ഷ്യം ഈ അരോമ ടിവി ചാനലിലൂടെ പങ്കുവെക്കുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ചാനലിലൂടെ എന്റെ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിനും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും പ്രത്യാശയ്ക്കും കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതോളം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ചാനലിനെ കർത്താവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദാസനെ പൂർണ്ണമായി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹമായി മാറേണ്ടതിനായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ കർത്താവ് ദാസി സിസ്റ്റർ വിജി. അത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസിയോടുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ജനിച്ച് വളർത്തപ്പെട്ട ജീവിത സാഹചര്യം മുതൽ ഇന്നേ വരെയുള്ളതായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പറയുവാനിടയായി തീർന്നു. അത് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞു. എന്നാൽ ആയുസിൻ്റെ ആദ്യത്തെ ദിനരാത്രങ്ങൾ മുതൽ ഇന്ന് വരെയുള്ളതായ അനുഭവങ്ങൾ വ്യക്തിപരമായി ജീവിതത്തിൽ അഭിമുഖീകരിച്ചപ്പോൾ അത് എത്ര ഭയാനകരമായ അനുഭവങ്ങളായിരുന്നു എന്ന് അല്പം ചിന്തിക്കുന്ന വ്യക്തിക്ക് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എല്ലാ നിലയിലും ഒറ്റപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചനാര് പരുവത്തിനായി തീർന്നു എന്ന് സാധാരണഗതിയിൽ ചിലരൊക്കെ പറയാറുണ്ട്. അടിച്ചിഞ്ചനാര് പരുവത്തിലാക്കിയെന്ന്. ജീവിതത്തിൽ മാനസികമായും മറ്റ് പല നിലകളിലും തകർക്കപ്പെട്ട ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യർക്ക് ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. സ്വന്തം സഹോദരങ്ങൾക്കോ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കോ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയത്തില്ല. അല്പസമയമൊക്കെ അവർ പറയും, സാരമില്ല, ദൈവം സഹായിക്കും, വിടുവിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇന്നും ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഉള്ള ഒരു ബലം ലഭിച്ചത് അതൊരു മാനുഷികമായ ബലമല്ല, പകരം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഏറ്റതായ വിരക്തികളും ഒറ്റപ്പെടലുകളും ജനിച്ചു വളർത്തപ്പെട്ടതായ സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥയും ഒക്കെ എത്ര ഭയങ്കരമാണ്. പിന്നത്തേതിൽ കർത്താവിൻ്റെ മകളായി തീരുവാൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, ദൈവവചനം പഠിക്കുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ ആ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർപ്പിക്കുകയുണ്ടായി. പിന്നത്തേതിൽ കുടുംബജീവിതം വേണ്ട എന്ന് വിചാരിച്ചെങ്കിലും കുടുംബജീവിതത്തിലേക്ക് വരുവാനും ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ നിന്നായിരിക്കുമ്പോൾ നേരിട്ടതായ അതിഭയാനകമായ അപ്രതീക്ഷിതമായ
ചില അനുഭവങ്ങൾ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ നേരിട്ടു. സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബത്തിലുമൊക്കെയും നേരിട്ടതായ അതിഭയങ്കരമായ അനുഭവങ്ങളുടെ നടുവിലും ഇന്നും ഇയ്യോബ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തെ തള്ളിപ്പറയാതെ ആ ദൈവത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ വിജി സിസ്റ്ററിനെയും കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ ദാസനെയും നിങ്ങളെ കുടുംബമായി ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ, ദൈവനാമം നിങ്ങളിലൂടെ മഹിമപ്പെടുവാൻ കർത്താവ് ഇനിയും അവസരങ്ങളെ ഒരുക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവിയെ ദൈവം ഒരുക്കട്ടെ. കർത്താവിൻ്റെ ദാസന് ദൈവം പരിപൂർണ്ണ സൗഖ്യം കർത്താവ് തരട്ടെ. കർത്താവിൻ്റെ ദാസിയെയും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ മാന്യ ശ്രോതാക്കൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ വിചാരിക്കുക. കണ്ണുനീരോടെ അല്ലാതെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കേൾക്കുവാൻ കഴിയില്ല എന്ന് ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു നിമിഷം നമ്മൾ ചിലവഴിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അരോമ ടി വിയുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പ്രേക്ഷകരെ സംബന്ധിക്കണം. ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെയും കേൾക്കുവാൻ, ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിന് വേണ്ടി കർത്താവിൻ്റെ ദാസിയെ പ്രത്യേക നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.